ഈ സ്റ്റോറി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക. അധ്യായം 13. മധ്യാഹ്നം നിന്നെ ഞാൻ തേടി വന്നപ്പോൾ കൊട്ടാരത്തിൽ നിന്നെ കണ്ടില്ലല്ലോ കുമാര. എങ്ങോട്ടാ പോയത്? ഞാൻ നിന്നെ എല്ലായിടത്തും തിരഞ്ഞു, പക്ഷേ കൊട്ടാരത്തിൽ എങ്ങും നീ ഉണ്ടായിരുന്നില്ല. അവന്റെ കണ്ണുകളിലേക്ക് ആഴത്തിൽ നോക്കിക്കൊണ്ട് മാധുരി ചോദിച്ചു. അമരന് ആ നോട്ടം താങ്ങാനാവാതെ അവൻ നോട്ടം മാറ്റി. അത് ഞാൻ ഒരൽപ്പം കാറ്റുകൊള്ളാനായി പുറത്തേക്കിറങ്ങിയതാ എന്ന് അശ്രദ്ധമായി അമരേന്ദ്രൻ പറഞ്ഞു. അവൻ അവ്യക്തമായി മറുപടി പറഞ്ഞ രീതി അവളിൽ സംശയം ജനിപ്പിച്ചു. ഇനി അമരൻ മറ്റാരെയെങ്കിലും താനറിയാതെ കാണാൻ പോയതാണോ എന്ന് സംശയം തോന്നിയ മാധുരി കപട ഗൗരവത്തിൽ അവനോട് ചോദിച്ചു. അമര, നിനക്ക് എന്താണൊരു പെണ്ണിന്റെ ഗന്ധം? എന്താ കാര്യം? കൂടെ ചോദിച്ചു. അത് കേട്ടപ്പോൾ തന്നെ അമരന്റെ മുഖഭാവം മാറി. എന്നാൽ മങ്ങിയ വെളിച്ചം മാത്രമേ ആ മുറിയിൽ ഉണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ട് ഇരുവർക്കും പരസ്പരം മുഖം കാണാൻ കഴിഞ്ഞില്ല. നീ എന്തൊക്കെയാണ് പറയുന്നത് മാധുരി? എനിക്കെങ്ങനെയാ പെണ്ണിന്റെ വാസന ഉണ്ടാകുക? അവൻ പരിഭ്രമത്തോടെ അവളോട് മറുപടി പറഞ്ഞു. അവൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, അതെല്ലാം പോട്ടെ, എനിക്ക് പ്രധാനപ്പെട്ട ഒരു സന്ദേശം നിന്നെ അറിയിക്കാനുണ്ട്. എന്താണ് മാധുരി അത്ര പ്രധാനപ്പെട്ട കാര്യം? പറയൂ. വാസുകിയുമായുള്ള യുദ്ധത്തിനായി നീ പരിശീലനം ചെയ്യാൻ ആരംഭിച്ചോ? അവിടെ വാസുകി കഠിന പരിശീലനത്തിലാണെന്ന് ചാരന്മാർ മുഖേന വാർത്ത ലഭിച്ചിട്ടുണ്ട്. അവളുമായി മത്സരിക്കാൻ കഠിന പരിശ്രമം തന്നെ വേണ്ടിവരും. അവളെ ആയോധനകല പരിശീലിപ്പിക്കുന്നത് പ്രശസ്തനായ ഒരു പരിശീലകനാണ്. അധിരൻ എന്നാണ് അയാളുടെ പേര്. പാഞ്ചാല ദേശം മുഴുവൻ അവനെക്കുറിച്ചാണ് ഇപ്പോൾ സംസാരം. വളരെ നല്ല പരിശീലകനായ അദ്ദേഹത്തെക്കുറിച്ച് നീ കേട്ടിട്ടുണ്ടോ അമര? മാധുരിയുടെ ചോദ്യങ്ങൾക്കൊന്നും ഉത്തരം നൽകാനുള്ള മാനസികാവസ്ഥയിലായിരുന്നില്ല അമരൻ. രാവിലെ മുതലേ ലേലശാലയിലെ ബഹളത്തിൽപ്പെട്ട് ആകെ ക്ഷീണിതനായിരിക്കുകയാണവൻ. വിശ്രമിക്കാൻ തുടങ്ങുന്ന വേളയിൽ ആദ്യം പിതാവ് വന്നു. അദ്ദേഹം പോയതും മാധുരി എത്തി. ക്ഷീണം കൊണ്ട് അവന്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. മാധുരിയാണെങ്കിൽ സംസാരം നിർത്താനുള്ള പുറപ്പാടൊന്നുമില്ലെന്ന് അവന് ഏകദേശം മനസ്സിലായി. ഒടുവിൽ പ്രിയ തോഴിയോട് കുമാരൻ ഇങ്ങനെ അരുളി. ശരി മാധുരി, സമയം ഏറെയായി. നീ പോയി കിടന്നുറങ്ങൂ, ഞാനും വിശ്രമിക്കട്ടെ. അവൾ പറഞ്ഞതനുസരിച്ചു. അവനോട് യാത്രയും പറഞ്ഞ് മുറി വിട്ടിറങ്ങി. പടിക്കെട്ടുകൾക്ക് അടുത്തെത്തിയപ്പോൾ രാജധാനിയിൽ നിന്നും ആളുകൾ ഉച്ചത്തിൽ സംസാരിക്കുന്നത് അവൾ ശ്രദ്ധിച്ചു. ബഹളത്തിന്റെ കാരണമറിയാൻ അവൾ രാജധാനിയിലേക്ക് നടന്നു. പാഞ്ചാല ദേശത്തെ ചില പ്രഭുക്കന്മാർ അരുണേന്ദ്രനുമായി വാഗ്വാദത്തിൽ ഏർപ്പെടുകയായിരുന്നു. കുറെ അധികം സ്വർണ്ണ നാണയങ്ങൾ അമരേന്ദ്രൻ ലേലശാലയിൽ ചെലവഴിച്ചതുമായി ബന്ധപ്പെട്ട സംസാരമായിരുന്നു അവിടെ നടന്നുകൊണ്ടിരുന്നത്. അരുണേന്ദ്രൻ അമരനുമായി നടത്തിയ സംഭാഷണം മാധുരി മുൻപേ കേട്ടിരുന്നു. അതിനാൽ അവർ എന്താണ് സംസാരിക്കുന്നതെന്ന് അവൾക്ക് വ്യക്തമായി. മാധുരി 1,00,000 നാണയങ്ങൾ വിലയുള്ള സ്വർണ്ണ തളികയും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആ രാജധാനിയിലേക്ക് പ്രവേശിച്ചു. ഒരു സ്വർണ്ണ തളികയും കയ്യിൽ പിടിച്ച് മുറിയിലേക്ക് കടന്നപ്പോൾ അവിടെ സംസാരിച്ചിരുന്നവരെല്ലാം പെട്ടെന്ന് സംസാരം നിർത്തി. അവളുടെ കയ്യിലെ തളിക കണ്ട് അവൾ അതിനെക്കുറിച്ച് എന്താണ് പറയാൻ പോകുന്നതെന്നറിയാൻ എല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്നു. ആ സമയം രാജധാനി ആകെ നിശബ്ദത തളംകെട്ടി നിന്നു. മാധുരി തന്റെ കയ്യിലിരുന്ന സ്വർണ്ണ തളിക ഉയർത്തി ഗാംഭീര്യമുള്ള സ്വരത്തിൽ അവരെ നോക്കി. എന്റെ കയ്യിലുള്ള ഈ തളികയുടെ വില 1,00,000 സ്വർണ്ണ നാണയമാണ്. മഹാരാജാവ് അനാവശ്യമായി പണം ചിലവാക്കി എന്ന കാരണത്താലല്ലേ നിങ്ങൾ സംസാരിക്കുന്നത്? അതേ 1,00,000 സ്വർണ്ണ നാണയങ്ങൾ ഈ തളികയ്ക്ക് വേണ്ടിയാണ് അദ്ദേഹം അനാവശ്യമായി ലേലശാലയിൽ ചെലവഴിച്ചത്. അവളുടെ സംസാരം കേട്ടവരെല്ലാം സ്തംഭിച്ചുപോയി. അവൾ തന്റെ കണ്ണുകൾ കൊണ്ട് എല്ലാവരെയും ഒരു വട്ടം പരിശോധിച്ച് സംസാരം പുനരാരംഭിച്ചു. ഇനി മുതൽ മഹാരാജാവിനെ ഈ കാര്യം പറഞ്ഞ് നിങ്ങൾ ശല്യപ്പെടുത്തില്ലെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്ന് പറഞ്ഞ് അവൾ അവിടെ നിന്നും പോയി. മാധുരിയുടെ പ്രസംഗം കേട്ട് ആരും ഒന്നും തന്നെ പ്രതികരിച്ചില്ല. അവരുടെ ചോദ്യങ്ങൾക്ക് അവിടെ നിന്നവരോടെല്ലാം അവൾ കയ്യിൽ കരുതിയ സ്വർണ്ണ തളിക കൊണ്ട് ഉത്തരം പറഞ്ഞു. 3 മാസങ്ങൾക്ക് ശേഷം ഒരു പ്രഭാതം. അതിരാവിലെ വൻമരങ്ങളും ഇടതൂർന്ന കുറ്റിക്കാടുകളും നിറഞ്ഞ കാടിന് നടുവിൽ ഒരു വലിയ സ്ഫോടനാത്മകമായ ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉറവിടം അമരനായിരുന്നു. രാജനഗരത്തിൽ നിന്നും ദൂരെയുള്ള ഈ ഏകാന്തവനത്തിൽ വെച്ചായിരുന്നു അമരൻ സജീവമായി തന്റെ പരിശീലനം തുടർന്നിരുന്നത്. മിന്നൽ വേഗത്തിൽ അഭ്യാസ പ്രകടനം നടത്തി ഒരു കണ്ണിമ വെട്ടിൽ അവൻ മിന്നിമാഞ്ഞു. പരിശീലനത്തിനിടെ പെട്ടെന്ന് ആയുധം മരത്തിലിടിച്ച് മരച്ചില്ല കഷ്ണങ്ങൾ ഒടിഞ്ഞ് താഴേക്ക് വീഴുകയായിരുന്നു. അടുത്ത നിമിഷം മരം പൊട്ടി വീണു. ആ
ആ വൻമരം കടപുഴകി വീണു. മരം വീണയുടനെ അമരന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. കാരണം കഠിന പരിശ്രമത്തിലൂടെയാണ് ഈ വിദ്യ അമരൻ ഇപ്പോൾ പ്രയോഗിച്ച് വിജയം വരിച്ചത്. അതിന്റെ ഒരു ആനന്ദം അവന്റെ മുഖത്തുണ്ടായിരുന്നു. അമൃതധാര ലേലം കഴിഞ്ഞു തുടങ്ങിയതായിരുന്നു പരിശീലനം. ഗുരുവിന്റെ ഉപദേശപ്രകാരം അമരൻ ഏകദേശം 3 മാസത്തോളം കഠിനമായ പരിശീലനത്തിന് വിധേയനായി. അതിൽ വിജയിക്കുകയും തന്റെ ശക്തി നക്ഷത്രങ്ങളെ 5-ൽ നിന്നും 6-ാം സ്ഥാനത്തേക്ക് ഉയർത്തുകയും ചെയ്തു. പഠിച്ച നവവിദ്യ പ്രയോഗിച്ചാണ് മരം കടപുഴക്കി വീഴ്ത്തിയത്. അവനിപ്പോൾ 6-ാമത്തെ നക്ഷത്രം കരസ്ഥമാക്കാൻ ഇറങ്ങിത്തിരിച്ചിരിക്കുന്നതും ഈ വിദ്യ ഉപയോഗിച്ചാണ്. എന്നാൽ വിദ്യ പ്രയോഗിച്ചതിന് ശേഷം ആരോ തന്റെ ശരീരത്തിൽ നിന്ന് തന്റെ ശക്തി തട്ടിയെടുത്തതുപോലെ അവന് തോന്നി. കൈകൾ ഉയർത്താൻ പോലും പറ്റാത്ത വിധം പേശികൾ വലിഞ്ഞു മുറുകി. കൈകളിലെ പേശികൾ വ്യക്തമായി കാണാമായിരുന്നു. അവൻ വളരെ ക്ഷീണിതനായി കാണപ്പെട്ടു. പേശികൾക്ക് അയവ് അനുഭവപ്പെട്ടു. ഈ പരിശീലന വിദ്യ മനുഷ്യരുടെ കഴിവുകൾ വെളിപ്പെടുത്തുക മാത്രമല്ല, നമ്മുടെ ശരീരത്തെയും മനസ്സിനെയും കൂടുതൽ ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നു. കൂടുതൽ അനുഭവങ്ങളാണ് നല്ലത്. ഇനിയും കൂടുതൽ വേദനകൾ ആവശ്യമാണ്. എങ്കിലേ വാസുകിയെ ജയിക്കാനുള്ള വാശി തന്നിൽ ആവേശമായി വളരൂ. അമരൻ ആത്മകഥ മൊഴിഞ്ഞു. ഓരോ വേദനയിലും വാസുകിയുടെ മേൽ ഉണ്ടാകാൻ പോകുന്ന ജയത്തിന്റെ ദർശനം അവന്റെ കൺമുന്നിൽ തെളിഞ്ഞു. ആ ചിന്ത അവനിൽ ഊർജം നിറച്ചു. വാസുകി എന്നിലുണ്ടാക്കിയ വേദനയേക്കാൾ ഭയാനകമല്ല ഈ ശാരീരിക അസ്വസ്ഥതകൾ. അവളുണ്ടാക്കിയ വേദന മറക്കാൻ ഇതിലും വലിയ വേദന വേണമെന്ന് തോന്നുന്നു, അവൻ വിചാരിച്ചു. കഠിനമായ പരിശീലനത്തിന് ശേഷം അമരന്റെ ശരീരം പതിയെ തളർന്നു. കയ്യിലെ ഒരു വിരൽ അനക്കാൻ പോലും അയാൾ അശക്തനായി. ഈ 6-ാം നക്ഷത്രത്തിന്റെ ശക്തിയാൽ അമരന് ഒരിക്കൽ മാത്രമേ ഈ വിദ്യ ഉപയോഗിക്കാനായുള്ളൂ. മാത്രവുമല്ല, അത് ഉപയോഗിച്ചതിന് ശേഷം ശരീരത്തിലെ ശക്തികൾ കുറയുകയും പിന്നീട് പോരാട്ട വീര്യം നഷ്ടപ്പെട്ട് തളർന്നു പോവുകയും ചെയ്തു. വളരെ ക്ഷീണിതനാകുന്നു. തളർന്ന അവസ്ഥയിൽ അമരന് പുല്ലുപോലും ഒരു മെത്ത പോലെ തോന്നി. വല്ലാത്ത തളർന്ന അവസ്ഥയിൽ അവൻ പുൽമേട്ടിലേക്ക് വീണു. കണ്ണുകൾ അടച്ച് കുറച്ചുനേരം അവിടെ വിശ്രമിച്ചു. അല്പസമയത്തിന് ശേഷം കണ്ണു തുറന്നപ്പോൾ മുന്നിലെ മനോഹരമായ പ്രകൃതി ദൃശ്യങ്ങൾ അവനെ ആശ്വസിപ്പിച്ചു. ആകാശത്ത് വിവിധ രൂപങ്ങളിൽ സുന്ദരമായ മേഘങ്ങൾ ഒഴുകി നടക്കുന്നു. അതേസമയം വരുണമിത്രന്റെ മുടിയും ആ കാറ്റിൽ ആടിയുലയുന്നുണ്ടായിരുന്നു. അമരൻ പുൽത്തകടിയിൽ കിടന്നുറങ്ങുമ്പോൾ അവന്റെ ശരീരം ചെറുതായി ബലം വെക്കാൻ തുടങ്ങി. ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അമൃതധാരാപാനീയത്തിന്റെ മഹത്വം കാരണം അമരൻ വീണ്ടും ശക്തി വീണ്ടെടുത്തു. അയാൾ വീണ്ടും കണ്ണുകളടച്ച് ശ്വാസം അകത്തേക്കും പുറത്തേക്കും എടുത്തു. കണ്ണു തുറക്കാതെ വരുണമിത്രനോട് ചോദിച്ചു, ഗുരുവേ, എന്റെ ശക്തി 7-ാം നക്ഷത്രത്തിലേക്ക് ഉയർത്താൻ ഇനിയും എത്ര ദിവസമെടുക്കും? അതുവരെ ഞാൻ എല്ലാ ദിവസവും ഇതേ രീതിയിൽ അഭ്യാസം തുടരണമോ? 7-ാം നക്ഷത്ര പദവി വേഗത്തിൽ നേടണമെന്ന് അമരൻ ആഗ്രഹിച്ചു. കാരണം 7-ാം നക്ഷത്ര പദവി നേടിയാൽ മാത്രമേ സ്മൃതി മഹാപീഠത്തിൽ ഏറുവാൻ സാധിക്കുള്ളൂ. 7-ാം നക്ഷത്ര യോഗ്യതയിൽ എങ്ങനെയെങ്കിലും എത്തി സ്മൃതി മഹാപീഠത്തിലെത്തി യുദ്ധതന്ത്രങ്ങൾ പയറ്റി ശക്തമായ ഒരു തണുത്ത കാറ്റ് അവന്റെ മുഖത്തടിച്ചു. അവൻ പതിയെ കണ്ണുകൾ ചെറുതാക്കി തല ഉയർത്തി നോക്കി. വരുണമിത്രൻ ഒരു വലിയ പാറയിലിരുന്ന് ധ്യാനിക്കുന്നു. അമരൻ പറഞ്ഞതൊന്നും ഗുരു കേട്ട ഭാവമില്ല. അമരന്റെ മുഖത്ത് തഴുകി വന്ന തണുത്ത കാറ്റ് ഇപ്പോൾ വരുണമിത്രന്റെ മുഖത്തും തഴുകി. ഗുരു ധ്യാനം അവസാനിപ്പിച്ച് കണ്ണുകൾ മെല്ലെ തുറന്നു. അഭ്യാസത്തിനിടെ ഒടിഞ്ഞ മരത്തിൽ അടുത്ത നിമിഷം ഗുരുവിന്റെ നോട്ടം വീണു. വരുണമിത്രൻ കടപുഴകി വീണ മരത്തിന്റെ ആ കാഴ്ച കണ്ടു. അദ്ദേഹത്തിന്റെ മുഖത്ത് ഒരു പുഞ്ചിരി വിടർന്നു. ഗുരുദേവൻ സന്തോഷത്തോടെ പറഞ്ഞു, കൊള്ളാം, നന്നായിട്ടുണ്ട്. ഞാൻ പ്രതീക്ഷിച്ചതിലും മികച്ചതാണ് കുമാരൻ ചെയ്തത്. നിന്റെ നക്ഷത്ര ശക്തി ഉയരാൻ ഇനിയും ഒരു വർഷമെടുക്കുമെന്ന് ഞാൻ കരുതി. എന്നാൽ ഇപ്പോൾ നിങ്ങളുടെ പ്രതിബദ്ധതയോടെയുള്ള പരിശീലനത്തിലൂടെ 2 മാസത്തിനുള്ളിൽ കുമാരന് 7-ാമത്തെ നക്ഷത്ര ശക്തി ലഭിക്കുമെന്ന് തോന്നുന്നു. ഇത് കേട്ടപ്പോൾ അമരന്റെ മുഖം വിടർന്നു. കഴിഞ്ഞ മഹാചക്ര പരീക്ഷയിൽ നക്ഷത്രങ്ങൾ കുറവായതിനാൽ പലരും പരിഹസിച്ചു. എന്നാൽ ഇപ്പോൾ തന്റെ ശക്തി കണ്ടാൽ അവരെല്ലാം എങ്ങനെ പ്രതികരിക്കും എന്ന് മനസ്സിൽ ചിന്തിച്ചു. അവന്റെ മുഖത്ത് ആത്മവിശ്വാസം സ്ഫുരിച്ചു. വർഷമിരുന്നു. അപ്പോൾ എല്ലാവരും അവനെ വാഴ്ത്തി. പക്ഷേ കഴിഞ്ഞ മഹാചക്ര പരീക്ഷയിൽ പരാജിതനായപ്പോൾ അമരന്റെ മുന്നിൽ നിന്നുകൊണ്ട് സംസാരിക്കാൻ ഭയന്നവർ പോലും മുന്നിൽ വന്ന് അവജ്ഞയോടെ സംസാരിച്ചു. എന്നെ ഇത്തരത്തിൽ ഉരുവാക്കിയെടുത്തതിൽ ആ വാസുവിക്ക് വലിയ പങ്കുണ്ട്. നിമിഷങ്ങൾക്കകം മനുഷ്യന് നിറം മാറാൻ കഴിയുമെന്ന്
എനിക്ക് മനസ്സിലാക്കി തന്നത് അവളാണ്. ആദ്യം എന്റെ ശക്തി അവളോട് തെളിയിക്കണം. ഇത്രയും നാളുകളായി ഞാൻ മനസ്സിൽ കൊണ്ട് നടക്കുന്ന വാശിയാണിത്. അവൾ ഞാൻ നൽകിയ സ്നേഹം മറന്നു. എന്റെ പ്രണയത്തെ നിഷ്കരുണം ചവിട്ടി അരച്ചു. താരബലമില്ലെന്ന ഒറ്റ കാരണത്താൽ പ്രജകൾക്ക് മുമ്പിൽ വെച്ച് ഒരു യുവരാജാവിനോടാണ് സംസാരിക്കുന്നതെന്ന ചിന്ത പോലും വിസ്മരിച്ചു. എത്ര മ്ലേച്ഛകരമായാണ് അന്നവൾ കൊട്ടാരത്തിൽ വന്ന് സംസാരിച്ചത്. മാന്യതയില്ലാത്ത സ്ത്രീ. ഇവളൊക്കെ നാരീകുലത്തിന് തന്നെ കളങ്കമാണ്. ആ വാസുകി, വാസുകി, നിനക്ക് മുമ്പിലാണ് ഞാൻ ആദ്യം എന്റെ കഴിവ് തെളിയിക്കേണ്ടത്. കലിപൂണ്ട് അപമാനഭാരത്താൽ അമരൻ അലറി. കോപാകുലനായി അലറുന്ന അമരനെ കണ്ട് വരുണമിത്രൻ പുഞ്ചിരിച്ചു. അമര, എല്ലാ മനുഷ്യരുടെയും ഉള്ളിൽ ഒരു കഴിവുണ്ട്. അത് പ്രയാസകരമായ സമയങ്ങളിൽ പ്രതിസന്ധികൾ നീക്കി പുറത്തേക്ക് ഉയർന്നു വരും. നിനക്കും മികച്ച കഴിവുണ്ട് എന്നതിൽ സംശയമില്ല. വാസുകിക്ക് ഒരു വിധത്തിൽ നന്ദി പറയണം. അവളുടെ മേൽ നിനക്കുണ്ടായ കോപവും വാശിയുമാണ് നിന്നെ വേഗത്തിൽ ഇത്രയേറെ ശക്തനാക്കിയത്. എന്നാൽ അവളുടെ ഓർമ്മ നിന്നിലേക്ക് വരുമ്പോഴേക്കും നിനക്ക് ആത്മനിയന്ത്രണം നഷ്ടമാവരുത്. ഒരു ഭരണാധികാരിക്ക്, അതിലേറെ ഒരു യോദ്ധാവിന് ആത്മനിയന്ത്രണം അത്യാവശ്യമാണ്. ഇത്രയും പറഞ്ഞുകൊണ്ട് വരുണമിത്രൻ പാറയുടെ മുകളിൽ നിന്നിറങ്ങി വന്നു. അമരന്റെ തോളിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു, അമര, നീ സ്വയം ഒരു പാറ പോലെ ശക്തനാവണം. അതേസമയം ശരീരം മാത്രം ദൃഢമായിരുന്നാൽ പോരാ, മനസ്സും ദൃഢമാവണം. മാത്രമല്ല, മനസ്സ് ശാന്തമായിരിക്കുക എന്നതും വളരെ പ്രധാനമാണ്. ശാന്തമായ മനസ്സിനെ ഏകാഗ്രമാവാൻ കഴിയൂ. നമ്മുടെ ലക്ഷ്യം ഇനിയും അകലെയാണ്. അതിനാൽ നമുക്ക് വീണ്ടും പരിശീലനം തുടരാം. വരുണമിത്രന്റെ വാക്കുകൾ അമരന് പ്രചോദനം നൽകി. ആ വാക്കുകൾ അവൻ ആവേശത്തോടെ കേട്ടു. പ്രകൃതി പലവിധ രൂപം മാറിമറിഞ്ഞു. വരുണമിത്രനൊപ്പം തന്റെ പള്ളിയറയിൽ പരിശീലനത്തിലായിരുന്നു അമരൻ. അവന്റെ മുറി മായം കലരാത്ത മഞ്ഞുതുള്ളി പോലെ വൃത്തിയായി തിളങ്ങി. മുറിയുടെ ജനലിലൂടെ സൂര്യപ്രകാശം അകത്തേക്ക് പ്രവേശിച്ചു. വർഷം മുഴുവനും അമരൻ കഠിനാധ്വാനം ചെയ്തതിനാൽ അവന്റെ ശരീരത്തിലും പല മാറ്റങ്ങളും പ്രകടമായിരുന്നു. അവന്റെ രൂപം ഒരു ആജാനുബാഹുവിനെ പോലെ ശക്തി നിറഞ്ഞതായിരുന്നു. അമരൻ ഒരു മുണ്ടു മാത്രമേ ധരിച്ചിരുന്നുള്ളൂ. അവൻ കണ്ണാടിക്ക് മുന്നിൽ തന്റെ ശക്തിയേറിയ ഭുജങ്ങൾ നോക്കി നിൽക്കുകയായിരുന്നു. അവനരികിൽ പച്ച നിറത്തിലുള്ള ദ്രാവകം നിറച്ച ഒരു വലിയ സ്ഫടികഭരണിയുണ്ട്. കണ്ണാടിയിൽ നോക്കി ആത്മവിശ്വാസത്തോടെ അവൻ പറഞ്ഞു, ഇന്ന് ഞാൻ എന്റെ ശക്തിയെ 7-ാം നക്ഷത്രത്തിന്റെ തലത്തിലേക്ക് കൊണ്ടുപോകും. കഴിഞ്ഞ ഒരു മാസമായി താൻ വളരെ കഠിനമായി പരിശീലിച്ചു എന്നറിയാവുന്നത് കൊണ്ടാണ് അവൻ ഇത് സ്വയം പറഞ്ഞത്. അതിന്റെ ഫലമായി തന്നെ ഇന്ന് സപ്തനക്ഷത്ര പദവിയിലേക്ക് കൊണ്ടുപോകുന്ന പരിശീലനം ഏകദേശം പൂർത്തിയാക്കി. ദൃഢത അമരന്റെ ശരീരത്തിൽ മാത്രമല്ല, ഇപ്പോൾ അവന്റെ മനസ്സും ദൃഢമാണ്. മുൻപ് മനസ്സിൽ വിചാരിച്ചതെല്ലാം അവന്റെ മുഖത്ത് പ്രതിഫലിക്കും. ചിന്തകൾ മറച്ചുവെക്കാൻ അവൻ അറിയില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ അവൻ മനസ്സിൽ എന്താണ് ചിന്തിക്കുന്നതെന്ന് അവനെ നോക്കുന്ന ആർക്കും ഊഹിക്കാൻ പറ്റാത്ത അവസ്ഥയായിരുന്നു. ചിന്തകളെ തന്റെ നിയന്ത്രണത്തിൽ നിർത്താൻ അവൻ ശീലിച്ചു. അഭ്യാസത്തിന് ശേഷം കൈകൾ കൂപ്പി ഒരു ദീർഘനിശ്വാസം എടുത്ത് ചില്ലുപാത്രത്തിൽ സൂക്ഷിച്ചിരുന്ന അമൃതധാരാപാനീയം ദേഹമാസകലം പുരട്ടി. അമൃതധാരാപാനീയം പരിശീലനത്തിനിടെ ശരീരത്തിനേറ്റ പരിക്കുകൾ പരിഹരിക്കുക മാത്രമല്ല, ഊർജം വർദ്ധിപ്പിക്കുകയും ചെയ്യും. പാഞ്ചാല നഗരത്തെ സംബന്ധിച്ചിടത്തോളം 1 മുതൽ 3 വരെ നക്ഷത്ര ശക്തിയുള്ളവരെ അശക്തരായി കണക്കാക്കുന്നു. 4 മുതൽ 6 വരെയുള്ളവർ നിഷ്പക്ഷരും 7 മുതൽ 9 വരെയുള്ളവർ യോദ്ധാക്കളുമായി പരിഗണിക്കപ്പെടുന്നു. 7 നക്ഷത്ര ശക്തി നേടിയവർ 9 നക്ഷത്ര ശക്തി നേടാനും അപരായുധ പദവി നേടാനും കഠിന പരിശീലനം നടത്തും. എന്നാൽ ഇത്രയും കുറഞ്ഞ സമയത്തിനുള്ളിൽ സപ്തനക്ഷത്ര പദവി അലങ്കരിക്കാൻ സാധിക്കുക എന്നത് അമരനെ സംബന്ധിച്ചിടത്തോളം തികച്ചും വെല്ലുവിളിയായിരുന്നു. തന്റെ ശക്തി നക്ഷത്രങ്ങൾ വർദ്ധിപ്പിക്കാൻ അമരൻ അമൃതധാരയുടെ സഹായം സ്വീകരിക്കുകയായിരുന്നു. അധ്യായം 14. കഠിനമായ പരിശീലനത്തിന് ശേഷം അമരൻ ശാന്തമായ ഒരിടത്തിരുന്ന് ധ്യാനം ചെയ്തു. ആഴത്തിൽ ശ്വാസം ഉള്ളിലേക്കും പുറത്തേക്കും എടുത്തു. സ്നാനനൗകയിൽ കിടന്നുകൊണ്ട് അമരൻ കാറ്റിന്റെ സഹായത്തോടെ തന്റെ ശരീരത്തിലെ ഊർജം അനുഭവിക്കാൻ ശ്രമിച്ചു തുടങ്ങി. അമരേന്ദ്രൻ എന്താണ് ചെയ്യാൻ ശ്രമിക്കുന്നതെന്ന് വരുണമിത്രനും നന്നായി മനസ്സിലായി. ആഴത്തിൽ ശ്വസിച്ചിട്ടും അമരന്റെ ശക്തിയിൽ മാറ്റമില്ലെന്ന് മനസ്സിലാക്കിയ വരുണമിത്രൻ
അമരന്റെ സ്നാന നൗകയിലെ വെള്ളത്തിലേക്ക് ഏതാനും കൂടെ അമൃതധാര ചേർത്തു കൊടുത്തു. അല്പസമയത്തിനകം അമൃതധാരയുടെ വിശേഷ ശക്തി പ്രവർത്തിച്ചു തുടങ്ങി. ഗുരു തന്നെ സഹായിക്കുന്നുണ്ടെന്ന് ആ അവസ്ഥയിലും അമരൻ തിരിച്ചറിഞ്ഞു. നന്ദി ഗുരുദേവ, അവൻ മനസ്സിൽ പറഞ്ഞു. അമൃതധാര ജലത്തിൽ കലർത്തിയതിന്റെ ഫലമായി അമരന്റെ ശരീരത്തിൽ മാറ്റം സംഭവിച്ചു തുടങ്ങി. അവന്റെ ശക്തി കൂടി. അവന്റെ ഞരമ്പുകൾ വലിഞ്ഞു മുറുകി. നാഭിയിൽ നിന്ന് കഴുത്തുവരെ പറഞ്ഞറിയിക്കാനാവാത്ത വിശിഷ്ടമായ ഒരു അവസ്ഥ അവൻ അനുഭവപ്പെട്ടു. ഒരു ദീർഘനിശ്വാസത്തോടെ അവൻ കണ്ണുകൾ തുറന്നു. ഇരുമിഴികളും മരതകക്കല്ല് പോലെ തിളങ്ങി. കുറച്ചു നിമിഷങ്ങൾക്ക് ശേഷം അത് സാധാരണ നിലയിലേക്ക് മടങ്ങി. അവൻ തന്റെ ശക്തി അനുഭവിക്കാൻ തുടങ്ങി. അമരന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ഞാൻ സപ്തനക്ഷത്ര ശക്തി സ്വന്തമാക്കിയിരിക്കുന്നു, അവൻ സ്വയം മറന്ന് അഭിമാനത്തോടെ പറഞ്ഞു. അവൻ സ്നാന നൗകയിൽ നിന്നും എഴുന്നേറ്റ് നനഞ്ഞ വസ്ത്രങ്ങൾ മാറ്റി പുതുവസ്ത്രങ്ങൾ ധരിക്കാൻ തുടങ്ങി. വസ്ത്രം ധരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവന്റെ കണ്ണുകൾ ഒരു സ്ഫടിക ഭരണിയിൽ പതിച്ചു. അത് കണ്ടയുടനെ മനസ്സിൽ ഒരു ആശയം തെളിഞ്ഞു. ആഴത്തിൽ അവനെന്തോ ചിന്തിച്ചു. ഏതാനും നിമിഷങ്ങൾ കണ്ണിമ ചിമ്മാതെ സ്ഫടിക ഭരണിയിലേക്ക് നോക്കി. അതിനുശേഷം താൻ പഠിച്ച ആദ്യത്തെ വിദ്യ പരീക്ഷിക്കാൻ തീരുമാനിച്ചു. മനസ്സ് ഏകാഗ്രമാക്കി മുഴുവൻ ശ്രദ്ധയും സ്ഫടികഭരണിയിൽ കേന്ദ്രീകരിച്ചു. അവൻ സ്ഫടികപാത്രത്തെ നോക്കി നിന്നപ്പോൾ അത് ഉയർന്ന് ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ വായുവിൽ പൊങ്ങി. വീണ്ടും അമരന്റെ കൽപ്പന പ്രകാരം പാത്രം അവന്റെ നേരെ ചെറുതായി നീങ്ങി വന്നു. അല്പദൂരം മുന്നോട്ട് വന്ന ചില്ലുപാത്രം പെട്ടെന്ന് താഴെ വീണ് തകർന്നു. ചില്ലുകഷ്ണങ്ങൾ തറയിൽ ചിതറിക്കിടക്കുന്നു. നിലത്ത് വീണ് പൊട്ടിയെങ്കിലും സന്തോഷമുണ്ടായിരുന്നു അവന്റെ മുഖത്ത്. തന്റെ പ്രയത്നം വിജയിച്ചല്ലോ എന്നോർത്ത് അമരൻ സന്തോഷിച്ചു. ചെറുപ്പത്തിൽ സ്വായത്തമാക്കിയ വിദ്യ കുറെ നാളായി പ്രയോഗിക്കാത്തത് കൊണ്ട് മറന്നുപോയിരിക്കുമെന്ന് കരുതി. എന്നാൽ പഠിച്ച വിദ്യ ഒന്നും മറന്നുപോവില്ല. ഒന്നുകൂടെ പരീക്ഷിക്കണമെന്ന് കുമാരന് തോന്നി. അതേസമയം അയാൾ മറ്റൊരു പാത്രം തിരഞ്ഞു. മുറിയിൽ കുറച്ചുകൂടി ചില്ലുപാത്രങ്ങൾ ഉള്ളത് ശ്രദ്ധിച്ചു. അവയിലൊന്നിൽ അമരൻ ശ്രദ്ധ കേന്ദ്രീകരിച്ച് അത് ചലിപ്പിക്കാൻ ശ്രമിച്ചു. അത് വായുവിൽ മനോഹരമായി പൊങ്ങിക്കിടന്ന് പതിയെ നീങ്ങി. ഈ സമയം ജനലിലൂടെ ശക്തമായ ഒരു കാറ്റ് മുറിയിലേക്ക് പ്രവേശിച്ചു. അത് ചില്ലുപാത്രത്തിൽ തട്ടി. അവൻ പഠിച്ച വിദ്യ ഉപയോഗിച്ച് ചില്ലുപാത്രം മുന്നോട്ട് കൊണ്ടുവരാൻ പരമാവധി ശ്രമിച്ചു. പക്ഷേ കാറ്റേറ്റ് അതിന് വേഗത താങ്ങാനായില്ല. അതും വീണ് തകർന്നു. ഇത്തവണ അവന്റെ മുഖത്ത് നിരാശ നിറഞ്ഞു. ഛേ, അതും തകർന്നു പോയല്ലോ. ഈ വിദ്യക്ക് ഒരു മറുവിദ്യ ഉണ്ടായിരുന്നെങ്കിൽ ഈ വസ്തു താഴെ വീണ് പൊട്ടിപ്പോകുന്നത് തടയാമായിരുന്നു. അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കെ വരുണമിത്രൻ മോതിരത്തിൽ നിന്ന് ഉയർന്നു വന്നു. ഗുരുദേവന്റെ നോട്ടം തറയിലെ പൊട്ടിയ ചില്ലുപാത്രത്തിൽ പതിച്ചു. പൊട്ടിയ ചില്ലുകൾക്കിടയിലൂടെ അദ്ദേഹം നടന്നു. നന്നായിട്ടുണ്ട് കുമാര, നീ വളരെ വേഗത്തിലാണ്. നിന്റെ പരിശീലനത്തിൽ ഞാൻ വളരെ സംതൃപ്തനാണ്. അതുമാത്രമല്ല, നീ ഒരു അത്ഭുതമാണ് രാജകുമാര. വിദ്യകൾ ശ്രദ്ധയോടെ പഠിച്ചെടുക്കുന്നു നീ. വളരെ ചെറുപ്പത്തിൽ നീ പഠിച്ച വിദ്യ വരെ എത്ര ഹൃദ്യമായാണ് നീ ഇപ്പോഴും പ്രയോഗിക്കുന്നത്. ഗുരു ശിഷ്യനെ വാനോളം പുകഴ്ത്തി. പക്ഷേ അമരന്റെ മുഖത്ത് പ്രകാശം മങ്ങിയിരുന്നു. അമരന്റെ വിഷമത്തിന് കാരണം മനസ്സിലാക്കാതെ വരുണമിത്രൻ അവനോട് ചോദിച്ചു, എന്തു പറ്റി കുമാര? മർമ്മവിദ്യ പ്രയോഗിച്ച് വിജയിച്ചിരിക്കുന്ന വേളയിൽ അവിടുന്ന് സൂക്ഷിക്കുന്നതിന് പകരം ദുഃഖിച്ചിരിക്കുന്നത് എന്തുകൊണ്ടാണ്? ഗുരു, താങ്കൾ പറയുന്നതെല്ലാം ശരിയാണ്. വായുവിൽ ഒരു വസ്തു പൊങ്ങിക്കിടക്കാനാണ് ഞാൻ ലക്ഷ്യമിടുന്നത്. എന്നാൽ ആ വസ്തു താഴെ വീണ് തകർന്നു പോകുന്നു. അങ്ങനെ സംഭവിക്കാതിരിക്കാൻ എന്തെങ്കിലും മറുവിദ്യ ഉണ്ടെങ്കിൽ പറയൂ ഗുരു, അവൻ പറഞ്ഞു. മറുവിദ്യ? ഇതിന് ഒരു മറുവിദ്യ ഇല്ല അമര, വരുണമിത്രൻ പറഞ്ഞു. ഏതാനും നിമിഷങ്ങൾ ആഴത്തിൽ ചിന്തിച്ച് എന്തോ ഓർത്തതുപോലെ, അങ്ങനൊരു മറുമരുന്നുണ്ട്. അഗ്നിജ്വാല വിദ്യ എന്നാണ് അതിന്റെ പേര്. അഗ്നിജ്വാല? അമരൻ ആശ്ചര്യത്തോടെ ചോദിച്ചു. അതേ കുമാര, അഗ്നിജ്വാല. പരിശീലനത്തിലൂടെ സ്വായത്തമാക്കാവുന്ന ഒരു സാധാരണ വിദ്യയാണിത്. എന്നാൽ ഇതിനൊരു പ്രത്യേകതയുണ്ട്. ഒരു സാധാരണ കൊല്ലപ്പണിക്കാരനാണ് ഇത് കണ്ടുപിടിച്ചത്. ഇതൊരു നല്ല വിദ്യയാണ്, വരുണമിത്രൻ പറഞ്ഞു. ദയവായി എനിക്ക് ആ വിദ്യ പകർന്നു തരുമോ ഗുരുദേവ? അമരേന്ദ്രൻ ചോദിച്ചു. അമരന്റെ അഭ്യർത്ഥന സ്വീകരിച്ച വരുണമിത്രൻ അമരനെ വീണ്ടും ധ്യാന നിമഗ്നനായി ഇരുത്തി. ഗുരുവും എതിർവശത്തിരുന്നു.
അമരൻ ധ്യാന നിമഗ്നനായിരിക്കുമ്പോൾ വരുണമിത്രൻ തന്റെ വലം കൈ സാവധാനം അവന്റെ നേർക്ക് നീട്ടി. ഗുരുവിന്റെ കയ്യിൽ നിന്നും ഒരു പ്രകാശം പതിയെ നീങ്ങി അവന്റെ നെറ്റിയിലെത്തി അവനിലേക്ക് മറഞ്ഞു. വിദ്യ അവൻ സ്വായത്തമാക്കിയ പോലെ അവന്റെ ശരീരത്തിലൂടെ പ്രകമ്പനം വന്നു. വരുണമിത്രൻ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ടേയിരുന്നു. അമരേന്ദ്രൻ പ്രാർത്ഥനയിൽ മുഴുകി. അല്പസമയത്തിനു ശേഷം പതിയെ കണ്ണു തുറന്ന് ഗുരുവിനെ നോക്കി. അമരേന്ദ്ര, എനിക്കറിയാവുന്ന വിദ്യ ഞാൻ നിനക്ക് പകർന്നു കഴിഞ്ഞു. ഇനി നീ ഇത് ഉപയോഗിച്ച് നിന്റെ കഴിവ് പരീക്ഷിക്കണം, അദ്ദേഹം അവനോട് പറഞ്ഞു. അമരൻ പുതിയ വിദ്യ പരീക്ഷിക്കാൻ ആഗ്രഹിച്ചു. അവൻ വീണ്ടും ഒരു ചില്ലുപാത്രത്തിൽ തന്റെ നോട്ടമുറപ്പിച്ചു. അവൻ മന്ത്രങ്ങൾ ഉരുവിട്ടുകൊണ്ട് ചില്ലുപാത്രത്തിലേക്ക് ദൃഷ്ടി ഉറപ്പിച്ചു. നേരത്തെ പ്രയോഗിച്ച അതേ വിദ്യ തന്നെയാണ് അവൻ ഇപ്പോൾ ചെയ്യുന്നത്. പാത്രം തനിയെ ഉയർന്ന് വായുവിൽ പൊങ്ങി. അത് പതിയെ അമരന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. വരുണമിത്രനും വലിയ ആവേശത്തോടെ ആ പാത്രത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. അത് എപ്പോഴത്തെയും പോലെ അമരന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ടിരുന്നു. അത് നേരെ ഗുരുവിന്റെ തലയ്ക്ക് മുകളിൽ വന്നു. ശരീരത്തിലേക്ക് വീണാലോ എന്ന ഭയത്തോടെ വരുണമിത്രൻ സ്വയം മറന്ന് ആ പാത്രത്തിലേക്ക് നോക്കുന്നുണ്ടായിരുന്നു. പിന്നെ തക്ക സമയത്ത് അമരൻ പഠിച്ച പുത്തൻ വിദ്യ പ്രയോഗിച്ചു. ഉടനെ എതിർദിശയിൽ വീശിയടിച്ച ശക്തമായ കാറ്റ് പാത്രത്തിൽ തട്ടി. പാത്രം പൊട്ടി തലയിൽ വീഴുന്നതിന് പകരം അത് പൊട്ടി പൊടിയായി കാറ്റിൽ കലർന്ന് പുകയായി. അമരൻ പതിയെ ആ പുകയിൽ നിന്നും പുറത്തേക്ക് വന്നു. അതുകണ്ട വരുണമിത്രന്റെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. അഭിമാനത്തോടെ തന്റെ ശിഷ്യനെ നോക്കി അയാൾ മനസ്സിൽ പറഞ്ഞു, കൊള്ളാം അമര, നീ വളരെ പെട്ടെന്ന് പഠിച്ചെടുത്തു, മഹാനായ യോദ്ധാവ്. അഭിമാനത്തോടെ ഗുരു മനസ്സിൽ പുകഴ്ത്തി. ഏറെ സന്തോഷവാനായി അമരേന്ദ്രൻ ഗുരുവിനരികിൽ വന്ന് അദ്ദേഹത്തെ നമസ്കരിച്ചു. കൊള്ളാം അമരേന്ദ്ര, പക്ഷേ വരും കാലങ്ങളിൽ ഇതിലും ഗുരുവാക്യം കേട്ട അമരേന്ദ്രൻ ഇതിലും നന്നായി പ്രയോഗിക്കണം. ഗുരുവാക്യം കേട്ട അമരേന്ദ്രൻ എന്തോ ആലോചനയിൽ എന്താ അമരേന്ദ്ര, എന്താണ് ഇനിയും ആലോചന? 3 മാസത്തിനുള്ളിൽ ഇന്ദ്രോത്സവം വരുന്നു. അതിന് നീ നല്ല രീതിയിൽ തയ്യാറാവണം, അദ്ദേഹം പറഞ്ഞു. തീർച്ചയായും ഗുരു, ഞാൻ കഠിനമായി പരിശീലിക്കുകയും ആ മത്സരത്തിന് തയ്യാറെടുക്കുകയും ചെയ്യും, അവൻ പറഞ്ഞു. പിന്നെയും ഏതാനും ആഴ്ചകൾ കടന്നുപോയി. ഒരു ദിവസം ഇരുവരും ധ്യാനം പരിശീലിക്കുകയായിരുന്നു. പരിശീലനം കഴിഞ്ഞ് രണ്ടുപേരും ഒരേ സമയം കണ്ണു തുറന്ന് സാധാരണ നിലയിലേക്ക് മടങ്ങിയപ്പോൾ അമരൻ വരുണമിത്രനെ വിളിച്ചു. ഗുരു, ഇന്ദ്രോത്സവത്തിന് മുൻപ് എനിക്ക് അഷ്ടനക്ഷത്ര പദവി കൈവരിക്കാൻ സാധിക്കുമോ? വരുണമിത്രൻ നെറ്റിച്ചുളിച്ച് അമരനെ ചോദ്യഭാവത്തിൽ നോക്കി. ഇന്ദ്രോത്സവത്തിന് കൃത്യം 1 മാസം മുമ്പ് ഒരു പരീക്ഷണ മത്സരം നടത്തും. അതിൽ പങ്കെടുക്കുന്നവർക്ക് 8 നക്ഷത്ര ശക്തി ലഭിക്കും. 8 നക്ഷത്ര ശക്തിയും അതിനുമുള്ളവരെ മാത്രമേ യോഗ്യരായി കണക്കാക്കൂ. മറ്റുള്ളവരെ മത്സരത്തിൽ നിന്ന് പുറത്താക്കും. അതുമാത്രമല്ല ഗുരുദേവ, മറ്റൊരു പ്രത്യേകതയുമുണ്ട്. അഷ്ടനക്ഷത്ര പദവി ലഭിച്ചവർക്ക് പരാമഗുരു പരിശീലന മൈതാനത്തിൽ എളുപ്പത്തിൽ പ്രവേശിക്കാൻ സാധിക്കും. അവിടെ നിന്നും കൂടുതൽ വിദ്യകൾ സ്വായത്തമാക്കാൻ സാധിക്കും, അമരൻ പറഞ്ഞു. വരുണമിത്രൻ എല്ലാം ക്ഷമയോടെ കേട്ടു. രണ്ടുപേരും വീണ്ടും പരിശീലനം തുടർന്നു. പരീക്ഷണ മത്സരത്തിനുള്ള സമയം വന്നു ചേർന്നു. താരാകേയ രാജ്യാങ്കണ യോദ്ധാക്കളും കാണികളും ഒത്തുകൂടി. കൊട്ടാര മൈതാനം ജനനിബിഡമായി. പ്രജകൾ ജയാരവങ്ങൾ മുഴക്കി. അമരേന്ദ്രനും മാധുരിയും പരീക്ഷണ മത്സരത്തിൽ പങ്കെടുക്കാനായി കൊട്ടാര മൈതാനത്തിൽ എത്തിച്ചേർന്നു. അവരെ കണ്ട യുവാക്കളും കന്യകമാരും അസൂയയോടെ അവരെ നോക്കുന്നുണ്ടായിരുന്നു. സൂര്യോദയനും ആ മത്സരത്തിൽ പങ്കെടുക്കാൻ എത്തിയിരുന്നു. അവൻ ആൾക്കൂട്ടത്തിനിടയിൽ അമരേന്ദ്രനെ നോക്കി നിൽക്കുകയായിരുന്നു. അമരേന്ദ്ര, ഭീരു, നീ ഇവിടെ നിന്നും എങ്ങനെ രക്ഷപ്പെടുമെന്ന് എനിക്കൊന്ന് കാണണം. ആ മാധുരിയുടെ മുന്നിൽ നിന്നെ ഞാൻ തോൽപ്പിക്കും. നീ അന്ന് എന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടിരിക്കാം, പക്ഷേ നീ ഇനി എന്നിൽ നിന്നും രക്ഷപ്പെടില്ല, അയാൾ സ്വയം പറഞ്ഞു. അരുണേന്ദ്രൻ അടക്കം പല ഭരണാധികാരികളും വേദിയെ അലങ്കരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അരുണേന്ദ്രന്റെ അടുത്തുണ്ടായിരുന്ന മറ്റൊരു രാജാവ് ഇങ്ങനെ പറഞ്ഞു: എന്തിനാ അമരേന്ദ്രൻ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നത്? അവൻ അശക്തനായിരുന്നില്ലേ? അവന് കിട്ടിയത് 3 നക്ഷത്രങ്ങൾ മാത്രം. എന്നിട്ടും മത്സരത്തിൽ പങ്കെടുക്കാൻ വന്നിരിക്കുന്നു. എന്തായാലും ഈ മത്സരത്തിൽ കുമാരൻ തോൽക്കും. ഇതറിഞ്ഞിട്ടും എന്തിനീ മത്സരത്തിൽ പങ്കെടുക്കണം? എന്തിന് സ്വയം അപമാനിതനാവണം? അയാൾ പരിഹസിച്ചു. അത് കേട്ടു നിന്ന അരുണേന്ദ്രന്
ദേഷ്യം വന്നു. മത്സരം നടക്കുന്നതിന് മുമ്പ് ആരും ജയപരാജയങ്ങൾ തീരുമാനിക്കേണ്ട, അരുണേന്ദ്രൻ ദേഷ്യത്തോടെ പറഞ്ഞു. പക്ഷേ രാജാവ് നിർത്തിയില്ല. അയാൾ പരിഹാസം തുടർന്നു. എന്റെ പ്രവചനത്തിൽ എന്തെങ്കിലും മാറ്റം വരുമോ എന്ന് എനിക്കറിയില്ല. അവന്റെ പ്രവൃത്തികൾ കണ്ടിട്ട് എനിക്ക് അവൻ വിജയിക്കുമെന്ന് തോന്നുന്നില്ല. അവനെ നോക്കൂ, എത്ര അശ്രദ്ധനാണ്. നോക്കൂ, ഏതോ ഒരു പെൺകുട്ടിയോട് ചിരിച്ചു കുഴഞ്ഞ് സംസാരിച്ചിരിക്കുകയാണ് അയാൾ. ഇത്ര ഗൗരവമുള്ള ഒരു കാര്യത്തിന് വന്നിട്ട് ഇങ്ങനെയാണോ പെരുമാറേണ്ടത്? സ്നേഹിച്ച പെൺകുട്ടി പോലും ഉപേക്ഷിച്ചു പോയതാണ് അവനെ. അയാൾക്ക് ഈ മത്സരത്തിൽ പങ്കെടുക്കേണ്ട ഒരു ആവശ്യവുമില്ല. അതുമാത്രമല്ല, 3 നക്ഷത്ര ശക്തി മാത്രമുള്ള അവൻ ഇതാ ഒരു വർഷത്തിന് ശേഷം 8 നക്ഷത്ര ശക്തിക്ക് വേണ്ടി വന്നു നിൽക്കുന്നു. ഈ കുറഞ്ഞ കാലയളവിൽ 7 നക്ഷത്ര പദവി എങ്ങനെ കിട്ടാനാ? എനിക്കതാ മനസ്സിലാകാത്തത്. പെട്ടെന്ന് മറ്റൊരാൾ അയാളുടെ സംസാരം തടസ്സപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞു. ശരി, നിങ്ങളുടെ സംസാരമെല്ലാം മാറ്റിവെക്കാം. സമയം അതിക്രമിച്ചിരിക്കുന്നു. നമുക്ക് മത്സരം ആരംഭിക്കാം. കാരണവർ പറഞ്ഞത് ശിരസാ വഹിച്ച് അരുണേന്ദ്രൻ സിംഹാസനത്തിൽ നിന്ന് എഴുന്നേറ്റു. പാഞ്ചാല ദേശത്തെ ജനങ്ങളെ അഭിവാദനം ചെയ്തുകൊണ്ട് സംസാരിച്ചു തുടങ്ങി. പ്രിയ ജനങ്ങളെ, ശാന്തരായിരിക്കുക. നിങ്ങൾ ഏവരും ആകാംക്ഷാപൂർവം കാത്തിരിക്കുന്ന മത്സരം ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതാണ്. മത്സരത്തിന്റെ നിയമങ്ങൾ നിങ്ങൾക്ക് നന്നായി അറിയാമെന്ന് ഞാൻ കരുതുന്നു. എങ്കിലും ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളോട് നിയമങ്ങൾ പറയാം. മത്സരത്തിൽ പങ്കെടുക്കാൻ നിങ്ങൾക്ക് 7 നക്ഷത്ര പദവി ആവശ്യമാണ്. ഇത്തരത്തിലുള്ളവർക്ക് മത്സരത്തിൽ പങ്കെടുക്കാം. ഇതാണ് നിയമം. എല്ലാവർക്കും നിയമങ്ങൾ മനസ്സിലായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അതിനാൽ കുറച്ച് നിമിഷങ്ങൾക്കുള്ളിൽ മത്സരം ആരംഭിക്കും. പ്രഖ്യാപനത്തിന് പിന്നാലെ പരീക്ഷണ മത്സരം ആരംഭിച്ചു. ആദ്യം മത്സരവേദിയിലേക്ക് ഒരു ഭടൻ കടന്നു വന്നു. അയാളുടെ കയ്യിൽ മത്സരത്തിൽ പങ്കെടുക്കുന്നവരുടെ പേരുകൾ ചേർത്ത പട്ടിക ഉണ്ടായിരുന്നു. അവൻ അതിലേക്ക് നോക്കി മത്സരാർത്ഥികൾ ഓരോരുത്തരെ പേര് വിളിക്കാൻ തുടങ്ങി. മത്സരം ആരംഭിക്കാറായപ്പോൾ വേദിയാകെ ഒന്നിളകി മറിഞ്ഞു. ഓരോരുത്തരായി സ്മൃതി മഹാപീഠത്തിൽ വന്ന് തങ്ങളുടെ ശക്തി തെളിയിക്കാൻ മത്സരിച്ചു. മത്സരത്തിൽ തോറ്റവർ നിരാശരായി സ്മൃതി മഹാപീഠം വിട്ടിറങ്ങി. മറ്റുള്ളവർ അവരെ അപകീർത്തികരമായ വാക്കുകൾ പറഞ്ഞ് കളിയാക്കുകയായിരുന്നു. ആ വാക്കുകളെല്ലാം അമരന്റെയും ചെവിയിലെത്തി. പക്ഷേ അമരൻ അവരുടെ വാക്കുകൾക്ക് ചെവി കൊടുത്തില്ല. കഴിഞ്ഞ വർഷം ഇതേ വേദിയിൽ വെച്ച് നക്ഷത്ര പദവി കുറഞ്ഞപ്പോൾ തന്നെ ഇവർ എന്തൊക്കെ പറഞ്ഞാണ് കളിയാക്കിയതെന്ന് അമരൻ ഒരു നിമിഷം ഓർത്തുപോയി. മറ്റുള്ളവരെ പരിഹസിക്കുന്നവർ ഒരിക്കലും മനസ്സിലാകില്ല പരിഹസിക്കപ്പെടുന്നവന്റെ നൊമ്പരം. അവൻ ഒരിക്കലും കരുതില്ല ഇത്തരമൊരു വിധി നാളെയും തന്നെയും തേടി വരുമെന്ന്. അമരൻ ചിന്തിച്ചു നിന്നു. അപ്പോൾ പെട്ടെന്ന് അവന്റെ ശ്രദ്ധ അടുത്ത മത്സരാർത്ഥിയായ പെൺകുട്ടിയിലേക്ക് പോയി. ഭടൻ അവളുടെ പേര് വേദിയിൽ ഉച്ചത്തിൽ ഉച്ചരിച്ചു. ആ പേര് കേട്ടപ്പോൾ അമരന്റെ ശ്രദ്ധ മുഴുവൻ അവളിലായിരുന്നു. അടുത്തതായി മത്സരിക്കുന്നത് തരങ്കിണി, ഭടൻ ഉറക്കെ വിളിച്ചു പറഞ്ഞു. സമീപത്തിരമ്പുന്ന ആൾക്കൂട്ടത്തിൽ നിന്നും അമരന്റെ ശ്രദ്ധ വേദിയിലേക്ക് തിരിഞ്ഞു. തരങ്കിണിക്ക് പരീക്ഷ നൽകി. അവളെ കണ്ടതും അമരന്റെ കണ്ണുകൾ തിളങ്ങി. മാധുരി അമരനെ ശ്രദ്ധിച്ചു. അമരനും തരങ്കിണിയും വളരെ അടുത്ത സുഹൃത്തുക്കളാണെന്ന് മാധുരിക്കറിയാം. എങ്കിലും അവൻ ഇമവെട്ടാതെ തരങ്കിണിയെ നോക്കി നിൽക്കുന്നത് കണ്ടപ്പോൾ മാധുരിക്കെന്തോ പറഞ്ഞറിയിക്കാൻ പറ്റാത്തൊരു നോവ് തോന്നി. പക്ഷേ അമരൻ തരങ്കിണിയെ നോക്കുന്നതിന് തനിക്ക് എന്തിനാണ് വിഷമം തോന്നുന്നതെന്ന് മാധുരിക്ക് മനസ്സിലായില്ല. ചില ബന്ധങ്ങൾ നമ്മൾ വേണ്ടെന്ന് വെച്ചാലും നമ്മളെ വിട്ടു പോകില്ല. ദൂരെ ഏറെ ആണെങ്കിലും അടുത്തുള്ള പോലെ തോന്നും. അത്തരത്തിലുള്ള ബന്ധങ്ങളും ഈ ഭൂമിയിലുണ്ട്, അല്ലേ മാധുരി? ഏതോ ചിന്തയിൽ നിന്നുണർന്ന അമരേന്ദ്രൻ ഒരു തത്വജ്ഞാനിയെ പോലെ പറഞ്ഞു. ശരിയാ. നീ എന്താ ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചിന്തിക്കാനുള്ള ഹേതു? ഞാൻ അത്തരത്തിലുള്ള ബന്ധങ്ങളിൽപ്പെട്ട ആളാണോ? അവൾ കള്ളദേഷ്യത്തോടെ ചോദിച്ചു. നീ അത്തരത്തിൽ ആക്കാൻ സാധിക്കാത്ത സുഹൃത്തുക്കളിൽപ്പെട്ട ആളാണ്. പക്ഷെ ഞാൻ ഇപ്പോൾ നിന്നെ കുറിച്ചല്ല സംസാരിക്കുന്നത്. ഞാൻ എന്താണ് പറയുന്നതെന്ന് നിനക്ക് ഇപ്പോൾ മനസ്സിലാകില്ല. പുഞ്ചിരിയോടുകൂടി അമരൻ പറഞ്ഞു. അത് കേട്ട് മാധുരിയും പുഞ്ചിരിച്ചു. പെട്ടെന്ന് അവളുടെ മനസ്സിലേക്ക് ബാല്യകാല സ്മരണകൾ ഓടി വന്നു. അമരനും മാധുരിയും ബാല്യകാലം മുതലേ സുഹൃത്തുക്കളായിരുന്നു. കുട്ടിക്കാലത്തെ ഒരുപാട് ഓർമ്മകൾ അവളിൽ നിറഞ്ഞു. ഗുരുകുല വിദ്യാഭ്യാസ കാലത്ത് ആയോധനകല അഭ്യസിക്കുന്ന സമയത്ത് മാധുരിയെ അമരൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. പലതും ഓർത്തു നോക്കിയപ്പോൾ അവൾക്ക് തോന്നി തന്റെ ജീവിതത്തിൽ അമരനോട് തോന്നിയ അടുപ്പം, സ്നേഹം, പേരറിയാത്ത നൊമ്പരം അതൊന്നും തനിക്ക് മറ്റാരോടും തോന്നിയിട്ടില്ലെന്ന്. അധ്യായം 15. അമരേന്ദ്രനും മാധുരിയും ചിരിക്കുന്നത് കണ്ട് ദൂരെ നിന്നിരുന്ന സൂര്യോദയൻ കലി പൂണ്ടു. അവന്റെ ഹൃദയം അസൂയ കൊണ്ട് വിങ്ങി.
നോക്കിക്കൊണ്ടവൻ അവർക്കരികിലേക്ക് നടന്നു. അതേസമയം തരങ്കിണി സ്മൃതി മഹാപീഠത്തിൽ കൈകൾ വെച്ച് കണ്ണടച്ചു നിന്നു. അപ്പോൾ വേദിയിൽ നിന്നും ഭടൻ വിളിച്ചു പറഞ്ഞു, തരങ്കിണി, 8 നക്ഷത്രങ്ങൾ, അഷ്ടനക്ഷത്ര ശക്തിയുള്ള തരങ്കിണിയെ ഈ മത്സരത്തിൽ വിജയായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. 1 മാസത്തിനുള്ളിൽ നടക്കുന്ന ഇന്ദ്രോത്സവത്തിൽ പങ്കെടുക്കാനുള്ള യോഗ്യത അവർ നേടിയിരിക്കുന്നു. ആൾക്കൂട്ടത്തിൽ നിന്നുള്ള കരഘോഷം അവളുടെ കാതുകളിൽ കുളിർമഴ പെയ്യിച്ചു. അത് കേട്ടതും തരങ്കിണി വല്ലാത്ത ആവേശത്തോടെ കണ്ണു തുറന്നു. സ്മൃതി മഹാപീഠം തൊട്ട് നെഞ്ചിൽ കൈവച്ചു. മഹാപീഠത്തിൽ അഷ്ടനക്ഷത്രങ്ങൾ തിളങ്ങുന്നത് കണ്ട് ആശ്വാസവും സന്തോഷവും പ്രകടിപ്പിച്ചു. കഴിഞ്ഞ വർഷം 7 നക്ഷത്ര പദവി നേടിയ തരങ്കിണി 1 വർഷത്തെ പ്രയത്നത്തിനൊടുവിലാണ് ഇത്തവണ അഷ്ടനക്ഷത്ര പദവി നേടിയത്. താരകീയ രാജവംശത്തിലെ ആദ്യത്തെ 5 യോദ്ധാക്കളിൽ ഒരാൾ അവളായിരുന്നു. കാണികളുടെ കൂട്ടത്തിൽ നിഘണ്ടനും ഇരിക്കുന്നുണ്ടായിരുന്നു. അവനെ ചടങ്ങിനയച്ചത് വാസുകിയായിരുന്നു. നിഘണ്ടന്റെ ശ്രദ്ധ പൂർണ്ണമായും അമരേന്ദ്രനിൽ ആയിരുന്നു. ഒരാൾ എത്ര ആത്മവിശ്വാസമുള്ളവനായാലും അയാളെ തളർത്തും വിധം ഭാഷണങ്ങൾ നടത്തിയാൽ അയാൾക്ക് സ്വന്തം ആത്മവിശ്വാസത്തിൽ സംശയം തോന്നും. പിന്നെ അതേ ആത്മവിശ്വാസത്തോടെ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. ഇത്തരത്തിൽ വാസുകി നിഘണ്ടനെ ഉപദേശിച്ചിരുന്നു. ആ ഉപദേശത്തിന്റെ വെളിച്ചത്തിൽ നിഘണ്ടൻ അമരനെ പരിഹസിക്കുന്ന വിധത്തിലും അവനെ തളർത്തുന്ന വിധത്തിലും സംസാരിക്കാനായി കുറച്ചാളുകളെ പ്രജകൾക്കിടയിൽ ചട്ടം കെട്ടി നിർത്തിയിരുന്നു. അവർ ഏൽപ്പിച്ച ജോലി നന്നായി നിർവഹിക്കുന്നുണ്ടായിരുന്നു. എന്നാൽ അമരൻ അവരുടെ പരിഹാസങ്ങൾ കാര്യമാക്കിയില്ല. എന്നാൽ അതേസമയം മാധുരി അമരനെ നോക്കി പറഞ്ഞു, കഴിഞ്ഞ വർഷം തരങ്കിണി സപ്തനക്ഷത്ര പദവി നേടിയിരുന്നു. ഈ വർഷം അഷ്ടനക്ഷത്ര ശക്തിയും കൈവരിച്ചു. അത് വളരെ നല്ല കാര്യമാണ്. എന്നാൽ അവൾ ഇതിലൊക്കെ ഇത്രയേറെ മതിമറന്ന് സന്തോഷിക്കേണ്ട ആവശ്യമൊന്നുമില്ല. 1 വർഷത്തിനുള്ളിൽ 1 നക്ഷത്ര പദവി മാത്രമേ അവൾക്ക് ഉയർത്താൻ സാധിച്ചിട്ടുള്ളൂ. എന്നാൽ ഇതേ സമയം അമരേന്ദ്രൻ തരങ്കിണിയെ ശ്രദ്ധിക്കുകയായിരുന്നു. കൂട്ടുകാരുടെ കൂട്ടത്തിനു നടുവിൽ ഒരു പുഞ്ചിരിയോടെ തരങ്കിണി വിജയത്തിൽ മതിമറന്ന് നിൽക്കുന്നുണ്ട്. തുടർന്ന് വേദിയിൽ നിന്ന് അടുത്ത മത്സരാർത്ഥിയുടെ പേര് പ്രഖ്യാപിച്ചു. മത്സരാർത്ഥികൾ ഓരോരുത്തരായി മത്സരത്തിൽ പങ്കെടുത്ത് തങ്ങളുടെ നക്ഷത്ര ശക്തി പ്രകടിപ്പിച്ചു. തരങ്കിണിക്ക് ശേഷം വന്ന 9 മത്സരാർത്ഥികളിൽ ഒരാൾ മാത്രമാണ് സപ്തനക്ഷത്ര പദവി നേടിയത്. അതേസമയം വേദിയിൽ നിന്നും ഭടൻ മാധുരിയുടെ പേര് വിളിച്ചു. അവളുടെ പേര് ഉച്ചരിച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ മാധുരിക്ക് നേരെ തിരിഞ്ഞു. എന്നാൽ മത്സരത്തിൻ്റെതായ ഒരു പിരിമുറുക്കവും മാധുരിയുടെ മുഖത്തുണ്ടായിരുന്നില്ല. അവൾ ഗാംഭീര്യത്തോടെ എഴുന്നേറ്റ് ആൾക്കൂട്ടത്തിനിടയിലൂടെ ഒരു പുഞ്ചിരിയോടെ ശാന്തയായി സ്മൃതി മഹാപീഠം ലക്ഷ്യമാക്കി നടന്നു. എല്ലാവരും അവളെ ആരവം മുഴക്കി പ്രോത്സാഹിപ്പിച്ചു. അവയെല്ലാം ആസ്വദിച്ചുകൊണ്ട് അവൾ മനോഹരമായി പുഞ്ചിരിച്ചുകൊണ്ട് വേദിയിലേക്ക് കയറി. അവൾ വേദിയിൽ കയറിയ ഉടനെ അവിടെയുള്ളവരെല്ലാം ഇമ പൂട്ടാതെ അവളെ നോക്കിയിരുന്നു. താരകേയ വംശത്തിലെ വിശ്വസ്തയാണ് മാധുരി എന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അവളുടെ നക്ഷത്ര ശക്തിയുടെ ഫലം എന്തായിരിക്കുമെന്നറിയാൻ അരുണേന്ദ്രനും ആകാംക്ഷയോടെ നോക്കി നിന്നു. സ്മൃതി മഹാപീഠത്തിനടുത്തെത്തിയ ഉടനെ അവൾ ആ തൂണിൽ കൈവച്ച് കണ്ണുകൾ അടച്ചു. നിമിഷങ്ങൾക്കകം തന്റെ കയ്യിൽ നിന്നും ശക്തി പ്രവഹിക്കുന്നതായി അവൾക്ക് തോന്നി. സ്തംഭം മിന്നുന്ന പ്രകാശത്താൽ തിളങ്ങാൻ തുടങ്ങി. നക്ഷത്രങ്ങൾ 1, 2, 3, 6, 7 അതിലേറെയായി. എല്ലാവരും ശ്വാസമടക്കി നോക്കി നിന്നുപോയി. നക്ഷത്രങ്ങളുടെ എണ്ണം 9-ലെത്തി. പെട്ടെന്ന് എല്ലാ നക്ഷത്രങ്ങളും അപ്രത്യക്ഷമായി. അപരാജിതയുടെ ചിഹ്നം ആകാശത്ത് പ്രത്യക്ഷപ്പെട്ടു. അത് കണ്ട് കുറച്ചു നിമിഷങ്ങൾ ശ്വാസം അടക്കിപ്പിടിച്ചവർ പെട്ടെന്ന് ആഹ്ലാദത്തിന്റെ തിരമാല സൃഷ്ടിച്ച് കൈകൊട്ടി. അവരുടെ ആരവങ്ങൾ ആകാശം മുട്ടെ ഉയർന്നു. അത് കണ്ട് താരകേയ വംശത്തിലെ എല്ലാ അംഗങ്ങളും വളരെയേറെ സന്തോഷിച്ചു. വേദിയിൽ വന്ന ഭടൻ ജനക്കൂട്ടത്തിന്റെ കരഘോഷത്തേക്കാൾ ഉച്ചത്തിൽ വിളിച്ചു പറഞ്ഞു, മാധുരി ദേവി 9 നക്ഷത്രങ്ങളുടെയും ശക്തി പ്രാപിച്ച് അപരാജിത പദവി സ്വന്തമാക്കിയിരിക്കുന്നു. അപരാജിതയായ മാധുരി ദേവി നീണാൽ വാഴട്ടെ. ഭടൻ ജയാരവം മുഴക്കി. സന്തോഷത്തോടെ ജനങ്ങളെ നോക്കി പുഞ്ചിരിച്ചുകൊണ്ട് കൈവീശി കാണിച്ച് മാധുരി വേദിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. ഭടൻ വാഴ്ത്തുക്കൾ തുടർന്നു. 20 വയസ്സ് മാത്രം പ്രായമുള്ള കന്യക മാധുരി ദേവി ഇത്രയും ചെറുപ്പത്തിൽ തന്നെ അപരാജിത പട്ടം നേടിയിരിക്കുന്നു. ഈ കുമാരി ഭാവിയിൽ രാജ്യത്തെ പോലും നയിക്കാൻ ഇടയുണ്ട്, അയാൾ പറഞ്ഞു. മാധുരിയെ പ്രശംസിക്കുന്നത് കേട്ടിട്ട് അരുണേന്ദ്ര മഹാരാജാവിന് അഭിമാനം തോന്നി. മാധുരി താരകേയ വംശത്തിന് തന്നെ അഭിമാനമാണെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. പക്ഷേ അവൾ 20-ാം വയസ്സിൽ അപരാജിത പദവി സ്വന്തമാക്കുമെന്ന് ആരും കരുതിയില്ല.
താരകീയ വംശത്തിന്റെ ചരിത്രത്തിൽ ഇത് 2ാം തവണയാണ്. ഇത്രയും ചെറിയ പ്രായത്തിൽ ഒരാൾ അപരാജിത പദവിക്ക് അർഹനാവുന്നത് നേരത്തെ അമരേന്ദ്രകുമാരൻ തന്റെ 11ാം വയസ്സിൽ അപരാജിത പദവി കരസ്ഥമാക്കിയിരുന്നു. എന്നാൽ അതിനുശേഷം ചില മാറ്റങ്ങൾ സംഭവിക്കുകയും അവന്റെ ശക്തി നഷ്ടപ്പെടുകയും ചെയ്തു. ഇപ്പോൾ മാധുരി താരകീയ വംശത്തിലെ ഏറ്റവും ശക്തയായ സ്ത്രീയായി മാറിയിരിക്കുന്നു. അമരൻ ഉൾപ്പെടെ താരകീയ വംശത്തിലെ എല്ലാവരും മാധുരിയുടെ നേട്ടത്തിൽ സന്തോഷിച്ചു. എന്നാൽ ഇതെല്ലാം കണ്ടുനിന്ന തരംഗിണിക്ക് ഇതൊന്നും വലിയ സന്തോഷം നൽകിയില്ല. വാസ്തവത്തിൽ മാധുരിയുടെ പ്രകടനത്തിൽ അവൾ അമ്പരന്നെങ്കിലും അത് വെളിപ്പെടുത്താൻ അവളിലെ അസൂയ അനുവദിച്ചില്ല. 20 വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പെൺകുട്ടിക്ക് അപരാജിത പട്ടം ലഭിക്കുമെന്ന് അവൾ സ്വപ്നത്തിൽ പോലും കരുതിയിരുന്നില്ല. അതേസമയം അമരൻ മാധുരിയെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു. അമൃതധാരയുടെ സഹായത്തോടെ 1 വർഷം മുഴുവൻ കഠിനമായി പരിശീലനത്തിലൂടെ താൻ സ്വന്തമാക്കിയ ശക്തികൾ ഇതൊന്നുമില്ലാതെ മാധുരി എങ്ങനെ കരസ്ഥമാക്കി? തന്റെ പ്രിയ കൂട്ടുകാരി അപരാജിത പട്ടം നേടിയതിൽ അവന് സന്തോഷമുണ്ടെങ്കിലും തന്നെക്കൊണ്ട് അവളെപ്പോലെ എളുപ്പത്തിൽ വിദ്യകൾ സ്വായത്തമാക്കാൻ കഴിയാത്തതിൽ അവന് തെല്ല് നിരാശ ഉണ്ടായിരുന്നു. അവൾ തന്റെ പ്രിയ തോഴിയാണെങ്കിലും അവളിൽ എന്തോ ഒരു അത്ഭുത ശക്തി ഉണ്ടെന്ന് അമരൻ തിരിച്ചറിഞ്ഞു. മാധുരി ഗാംഭീര്യത്തോടെ വേദിയിൽ നിന്നിറങ്ങി തന്റെ ഇരിപ്പിടത്തിലേക്ക് നടന്നു. പൂർണ്ണമായും സ്തംഭിച്ചിരുന്ന അമരനെ അവൾ കണ്ടു. അവൾ ചിരിച്ചുകൊണ്ട് അവന്റെ അടുത്ത് വന്നിരുന്നു. അവന് നേരെ പുരികക്കൊടികൾ ഉയർത്തി തന്റെ പ്രകടനത്തെക്കുറിച്ച് അവൻ എന്താണ് പറയുന്നതെന്ന് കേൾക്കാൻ കാതോർത്തിരുന്നു. എന്താണ് മാധുരി, അപരാജിതയായതിൽ നിനക്ക് അഹങ്കാരം തോന്നുന്നുണ്ടോ? നേട്ടങ്ങളിൽ ഒന്നും അഹങ്കരിക്കരുത്. നീ അപരാജിതയാകുമെന്ന് എനിക്ക് നേരത്തെ അറിയാമായിരുന്നു. നിന്റെ കഠിനാധ്വാനവും സ്ഥിരോത്സാഹവും പരിശീലനവും ഒക്കെ കാണുമ്പോൾ തന്നെ മനസ്സിലാകും നീ ഇത് നേടുമെന്ന്. നീ ഇത് നേടിയില്ലെങ്കിലാണ് അത്ഭുതം. ഇതിൽ ആശ്ചര്യപ്പെടാൻ ഒന്നുമില്ല. അമരൻ പറഞ്ഞതിനൊന്നും മാധുരി മറുപടി നൽകിയില്ല. രണ്ടും അടുത്ത മത്സരാർത്ഥികളെ ശ്രദ്ധിക്കാൻ തുടങ്ങി. താരകീയ രാജവംശത്തെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ 25 വ്യക്തികൾ മാത്രമാണ് 7 നക്ഷത്രങ്ങളിൽ കൂടുതൽ ശക്തി നേടിയത്. മാധുരി ഒഴികെ മറ്റാരും അപരാജിത പട്ടം നേടിയില്ല. അവൾക്ക് പുറകെ മത്സരത്തിൽ പങ്കെടുത്ത ചിലർ സപ്തനക്ഷത്ര പദവി അലങ്കരിച്ചു. അപ്പോൾ വേദിയിൽ നിന്നും അടുത്ത മത്സരാർത്ഥിയുടെ പേര് വിളിച്ചു. അവസാനമായി അടുത്ത മത്സരത്തിൽ പങ്കെടുത്ത് നക്ഷത്ര പദവി വർദ്ധിപ്പിക്കുവാനെത്തുന്നത് നമ്മുടെ പാഞ്ചാല യുവരാജ് അമരേന്ദ്രൻ. മാധുരി അമരേന്ദ്രനെ നോക്കി. അമര, ഇനി നിന്റെ സമയമായി. പോയി നിന്റെ ശക്തി തെളിയിക്കൂ. സ്മൃതി മഹാപീഠത്തിലെത്തിയ അമരൻ ഒരു ദീർഘനിശ്വാസമെടുത്ത് ചുറ്റുമുള്ളവരെ ഒന്ന് നോക്കി. നിഘണ്ഠൻ പെട്ടെന്ന് തല പിൻവലിച്ച് ആൾക്കൂട്ടത്തിലേക്ക് മറഞ്ഞു. ആൾക്കൂട്ടത്തിൽ ആരും തന്നെ അവനു വേണ്ടി കരഘോഷം മുഴക്കിയില്ല. അവിടെയുള്ള എല്ലാ യുവാക്കളുടെയും മുഖത്ത് അവൻ പരാജയപ്പെടാൻ പോകുകയാണെന്ന് ഉറപ്പിച്ച ഭാവമായിരുന്നു. അവരെല്ലാം തന്നെ നോക്കുന്ന നോട്ടത്തിൽ നിന്നും വ്യക്തമായിരുന്നു അവരുടെ മനസ്സിലെ ചിന്ത. അവരുടെ ചിന്തകളെ പാടെ അവഗണിച്ച് അമരേന്ദ്രൻ സ്മൃതി മഹാപീഠത്തിലേക്ക് നടക്കാൻ തുടങ്ങി. അവന്റെ കണ്ണുകൾ വേദിയിലിരിക്കുന്ന പിതാവിലേക്ക് പതിഞ്ഞു. അരുണേന്ദ്രനെ കണ്ടതും അമരന്റെ മുഖത്ത് പുഞ്ചിരി വിടർന്നു. ആ വേദിയിൽ നിൽക്കുന്ന ഭടൻ പോലും അവനെ സഹതാപത്തോടെ നോക്കി. കാരണം കഴിഞ്ഞ പരീക്ഷയിൽ കുമാരൻ ദയനീയമായി പരാജയപ്പെട്ടത് അവിടെ ആരും മറന്നിട്ടില്ല. ഇത്തവണ അമരന് മത്സരത്തിൽ വിജയിക്കാനായില്ലെങ്കിൽ അയാൾക്ക് ഇനി ഒരിക്കലും അപരാജിതനാവാൻ സാധിക്കില്ല. സ്മൃതി മഹാപീഠത്തിൽ പ്രവേശിച്ച അമരേന്ദ്രകുമാരൻ ദീർഘനിശ്വാസമെടുത്ത് അവന്റെ കണ്ണുകൾ അടച്ചു. അടച്ച മിഴികൾ തുറന്നപ്പോൾ അവനിൽ ഒരു പ്രകാശം പരന്നു. അവിടെയുള്ളവരിൽ ചിലർക്ക് ആ വെളിച്ചം അനുഭവപ്പെട്ടു. അവർ അപ്രതീക്ഷിതമായി തങ്ങൾക്കുമേൽ പതിച്ച പ്രകാശം കണ്ടു ഞെട്ടി. രാജ്യാങ്കണത്തിൽ നിരന്നിരിക്കുന്ന ഏവരുടെയും കണ്ണുകൾ അമരനെ കേന്ദ്രീകരിച്ചു. അവൻ കൈ ഉയർത്തി മെല്ലെ തൂണിൽ വെച്ചു മാധുരിയെ നോക്കി. മാധുരി തന്റെ നോട്ടം കൊണ്ട് അവന് ധൈര്യം പകർന്നു. തൂണിൽ കൈവച്ച് കണ്ണടച്ചപ്പോൾ തന്നെ എല്ലാവരുടെയും കണ്ണുകൾ ആ തൂണിലേക്ക് തന്നെ നോക്കാൻ തുടങ്ങി. വല്ലാത്ത നിശബ്ദത. ആരും കണ്ണിമ ചിമ്മുക പോലും ചെയ്തില്ല. അവിടം നിശബ്ദമായിരുന്നു. നിഘണ്ഠനും കണ്ണിമ വെട്ടാതെ അവനെ തന്നെ നോക്കി നിന്നു. അവന്റെ വിധി എന്തായിരിക്കുമെന്നറിയാൻ എല്ലാവർക്കും ആഗ്രഹമുണ്ടായിരുന്നു. ഇത് തന്റെ അവസാന അവസരമാണെന്ന് അമരന് നന്നായി അറിയാമായിരുന്നു. 12ാം വയസ്സിൽ പാഞ്ചാല ദേശത്തെ ഒന്നടങ്കം അപരാജിതനായി അമ്പരപ്പിച്ച അമരേന്ദ്ര രാജകുമാരൻ ഇപ്പോൾ തന്റെ ഫലമറിയാൻ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. വളരെ ചെറുപ്പത്തിൽ തന്നെ അപരാജിതൻ എന്ന പട്ടം കിട്ടിയപ്പോൾ യോദ്ധാവായ സിംഹക്കുട്ടി എന്ന് ആളുകൾ അമരനെ സ്നേഹത്തോടെ വിളിച്ചിരുന്നു. എന്നാൽ കഴിഞ്ഞ 3 വർഷമായി ആരും അവന് നേരെ ഒരു തരത്തിലുള്ള നല്ല വാക്കും ചൊരിയാറില്ല.
ഏതാനും നിമിഷങ്ങൾ കഴിഞ്ഞപ്പോൾ അവിടെയാകെ സൂചി വീണാൽ പോലും കേൾക്കുന്ന നിശബ്ദതയായിരുന്നു. തൂണിൽ കൈ ഉറപ്പിച്ച ശേഷം അമരൻ പതിയെ കണ്ണു തുറന്നു നോക്കിയപ്പോൾ ആ നക്ഷത്രശക്തിയെ കണ്ടു. പക്ഷേ തൂണിൽ ഒന്നും പ്രത്യക്ഷപ്പെട്ടില്ല. അപ്പോൾ പെട്ടെന്ന് അവന്റെ കയ്യിൽ നിന്ന് ഒരു പ്രകാശം പുറത്തേക്ക് വന്നു. തൂൺ സ്വർണപ്രഭയിൽ ജ്വലിക്കാൻ തുടങ്ങി. അതിന്റെ പ്രകാശം വളരെ തിളക്കമുള്ളതായിരുന്നു. അതല്പം മങ്ങിയതിനു ശേഷം നക്ഷത്രത്തിന്റെ എണ്ണം വ്യക്തമായി കാണാമായിരുന്നു. കാണികളെല്ലാം ആ കാഴ്ച കണ്ട് അമ്പരന്ന് നിന്നുപോയി. വേദിയിൽ നിന്ന ഭടൻ ആശ്ചര്യത്തോടെ ഫലം പ്രഖ്യാപിച്ചു. യുവരാജാവ് അമരേന്ദ്രൻ, സപ്തനക്ഷത്ര ശക്തി നേടിയ യോദ്ധാവ്, അടുത്ത മാസം വരാൻ പോകുന്ന ഇന്ദ്രോത്സവത്തിൽ പങ്കെടുക്കാനുള്ള അർഹത നേടിയിരിക്കുന്നു. ഭടൻ ആവേശത്തോടെ അറിയിച്ചു. അമരൻ സപ്തനക്ഷത്ര പദവി നേടിയെന്ന് ആർക്കും വിശ്വസിക്കാനായില്ല. എല്ലാവരും ആ തൂണിലേക്ക് തന്നെ നോക്കി നിന്നു. നിശബ്ദതയെ കീറിമുറിച്ച് ഒരു ശബ്ദം വേദിയിൽ മാറ്റുലി കൊണ്ടു. യോദ്ധാവായ ഈ സിംഹക്കുട്ടിക്ക് അപ്രാപ്യമായ ഒന്നുമില്ല, എന്തും നേടാനാകും. പിതാവ് അരുണേന്ദ്രന്റേതായിരുന്നു ആ ശബ്ദം. അദ്ദേഹത്തിന്റെ മുഖത്ത് അഭിമാനകരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു. എന്റെ മകനെ, നീ 7 നക്ഷത്രങ്ങൾ നേടി. നീ ദീർഘായുസ്സോടെ വാഴുക, അഭിമാനത്തോടെ അരുണേന്ദ്രൻ പറഞ്ഞു. അരുണേന്ദ്രന്റെ അടുത്തിരുന്ന ഭൂപ്രഭുക്കന്മാർ അവന്റെ നേട്ടം കണ്ട് ഞെട്ടി. കാരണം അമരേന്ദ്രൻ ഒരു വർഷം കൊണ്ട് 3 നക്ഷത്രത്തിൽ നിന്ന് 7 നക്ഷത്ര പദവിക്ക് ഉയരുമെന്ന് ആരും കരുതിയിരുന്നില്ല. നേരത്തെ അമരേന്ദ്രനെ പരിഹസിച്ച രാജാവിന് അവന്റെ വിജയം സമ്മതിക്കാൻ മനസ്സനുവദിച്ചില്ല. അയാൾ വീണ്ടും കുത്തുവാക്ക് ചൊരിയാൻ തുടങ്ങി. അയാൾ അരുണേന്ദ്രനെ നോക്കി പറഞ്ഞു, ഇതെല്ലാം അങ്ങ് കുമാരന് വില കൊടുത്ത് വാങ്ങിക്കൊടുത്ത ആ വിശിഷ്ട പാനീയത്തിന്റെ ശക്തി കൊണ്ടാണ് അയാൾ ഈ നേട്ടം കൈവരിച്ചത്. ഇല്ലെങ്കിൽ ഇത്തവണയും തോറ്റു മടങ്ങിയേനെ. എന്തായാലും നിങ്ങളുടെ മകന്റെ വിജയത്തിന് അഭിനന്ദനങ്ങൾ. ദുഷ്ടലാക്കോടെ അയാൾ അരുണേന്ദ്രനോട് പറഞ്ഞു. പുഞ്ചിരിയോടെ അരുണേന്ദ്രൻ അയാളോട് മറുപടി പറഞ്ഞു, ഇതെല്ലാം ആ വിശിഷ്ട പാനീയം കൊണ്ട് മാത്രമേ നേടാനാകൂ എന്ന് താങ്കൾ കരുതുന്നുണ്ടോ? അമൃതധാരയ്ക്ക് പരിശീലനത്തിന്റെ വേഗത കൂട്ടാനേ കഴിയൂ. പക്ഷേ നക്ഷത്ര ശക്തി വർദ്ധിപ്പിക്കാൻ കാരണം എന്റെ മകന്റെ കഠിനാധ്വാനമാണ്. അർഹതയില്ലാത്തവർ അമൃതധാര സേവിച്ചത് കൊണ്ട് മാത്രം അവർക്കൊരു ശക്തിയും വന്നു ചേരില്ല. ഇത് കേട്ട് അയാൾ മറുപടിയില്ലാതെ നിന്നു. മറുവശത്ത് ആൾക്കൂട്ടത്തിനിടയിൽ തരങ്കിണി ചുവന്ന തുണി കൊണ്ട് മുഖം മറച്ചുകൊണ്ട് നടന്നു. അവൾ തന്റെ മനസ്സിലെ അത്ഭുതം മറ്റാർക്ക് മുമ്പിലും വെളിപ്പെടുത്താൻ ആഗ്രഹിച്ചില്ല. അമരൻ പരാജയപ്പെടുമെന്ന പൂർണ്ണ വിശ്വാസത്തിൽ അവനെ വേദനിപ്പിക്കാൻ വാക്കുകൾ തിരയുന്ന സൂര്യോദയന് അതൊരു വലിയ ഞെട്ടലായിരുന്നു. ഇതെങ്ങനെ സാധ്യമാകും? അവൻ സ്വയം ചോദിച്ചു. തൂണിൽ തിളങ്ങുന്ന സ്വർണ്ണ നക്ഷത്രങ്ങൾ കണ്ട് അമരേന്ദ്രൻ ഒരു ദീർഘനിശ്വാസം വിട്ടു. ആശ്ചര്യപ്പെട്ട ആളുകളെ കണ്ട 3 വർഷം മുമ്പ് ഇതേ ആളുകൾ തന്നെ പരിഹാസത്തോടെ നോക്കിയത് ഓർമ്മ വന്നു. അമരൻ ഒരു പുഞ്ചിരിയോടെ വേദിയിൽ നിന്ന് ഇറങ്ങാൻ തീരുമാനിച്ചു. കാലം അവനെ ഒരുപാട് പഠിപ്പിച്ചു കഴിഞ്ഞു. അമരൻ നടന്നു വന്ന് മാധുരിക്കരികിലിരുന്നു. എന്നാൽ അമരൻ തിരിച്ചിറങ്ങിയിട്ടും പരിശീലന മൈതാനത്തിന്റെ നിശബ്ദത അതേപടി തുടർന്നു. ആ സമയം അരുണേന്ദ്ര രാജാവ് സിംഹാസനത്തിൽ നിന്നും എഴുന്നേറ്റ് സംസാരിച്ചു തുടങ്ങി. മത്സരത്തിലെ എല്ലാ വിജയികൾക്കും അഭിനന്ദനങ്ങൾ. മത്സരം വിജയകരമായി പൂർത്തിയായി. ഇനി മത്സരത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക്. ഈ മത്സരത്തിൽ തോറ്റവർക്കും 7 നക്ഷത്രങ്ങൾ നേടാനുള്ള അവസരം നൽകുന്നു. അമരേന്ദ്ര രാജാവിന്റെ പ്രഖ്യാപനം എന്തെന്ന് മനസ്സിലാവാതെ ആളുകൾ പരസ്പരം നോക്കി ആശ്ചര്യചകിതരായി. അധ്യായം 16. മത്സരത്തിന്റെ അവസാന ഘട്ടത്തിൽ 7 നക്ഷത്രങ്ങൾ നേടാൻ കഴിയാതെ പോയവർക്ക് 7 നക്ഷത്രങ്ങൾ നേടിയവരെ പോരിന് ക്ഷണിക്കാം. ഈ പോരിൽ തോറ്റ ആൾ ജയിച്ചാൽ അയാൾക്ക് സപ്തനക്ഷത്ര പദവി കിട്ടിയതായി പ്രഖ്യാപിക്കും. അങ്ങനെ അവർക്ക് ഇന്ദ്രോത്സവത്തിൽ പങ്കെടുക്കാൻ സാധിക്കും. അരുണേന്ദ്ര മഹാരാജാവ് പറഞ്ഞു. പരാജിതനായ മത്സരാർത്ഥികൾക്ക് ഇത് അവസാന അവസരമാണ്. അതിനാൽ ഈ വെല്ലുവിളി വിജയിക്കാൻ എല്ലാവരും ഒരു ദുർബല എതിരാളിയെ തിരഞ്ഞെടുക്കാൻ ആഗ്രഹിച്ചു. അതിലൂടെ അവർക്ക് ജയിക്കാനുള്ള സാധ്യതകൾ കൂടും. നിശബ്ദനായിരുന്ന അമരേന്ദ്രൻ കണ്ണുവിടർത്തി. കാരണം ഭൂരിഭാഗം ആളുകളും തന്നെ നോക്കുന്നുണ്ടെന്ന് അവന് മനസ്സിലായി. തന്റെ നക്ഷത്ര നേട്ടം ഇതുവരെ അംഗീകരിക്കാൻ കഴിയാത്തവരാണിവർ. ഇവർ തന്നെ ഒരു ദുർബലനായാണ് കരുതുന്നത്. ഞാനുമായി മത്സരിച്ചാൽ എന്നെ നിഷ്പ്രയാസം തോൽപ്പിക്കാമെന്നാണ് ഇവർ കരുതുന്നത്. അമരൻ മനസ്സിൽ പറഞ്ഞു. മത്സരാർത്ഥികൾ അമരനെ നോക്കുന്നത് കണ്ട മാധുരി അമരനെ ആശ്വസിപ്പിച്ചു. വിഷമിക്കണ്ട അമര, 1 വർഷം കൊണ്ട്
അക്ഷീണം പ്രയത്നിച്ച് നീ 7 നക്ഷത്രങ്ങൾ നേടിയതാണ്. പക്ഷേ അവർക്കത് മനസ്സിലായില്ല. എല്ലാവരും നിന്നെ ഒരു ദുർബല എതിരാളിയായാണ് കാണുന്നത്. അത് സാരമില്ല മാധുരി, അവർ അവരുടെ മനോഗതം പോലെ പെരുമാറട്ടെ. സമയമാകുമ്പോൾ അവർക്ക് നിജസ്ഥിതി മനസ്സിലായിക്കോളും. ആത്മവിശ്വാസത്തോടെ അമരൻ മറുപടി പറഞ്ഞു. അതേസമയം ആൾക്കൂട്ടത്തിൽ നിന്ന് ഒരു ചെറുപ്പക്കാരൻ നിശബ്ദനായി വേദിയിലേക്ക് വന്നു. അവൻ കൈകൾ കെട്ടി അമരനെ നോക്കി. അമര, ഞാൻ നിന്നെ വെല്ലുവിളിക്കുന്നു. എന്റെ വെല്ലുവിളി സ്വീകരിക്കാൻ നിനക്ക് ധൈര്യമുണ്ടോ? ആ യോദ്ധാവ് അമരനെ വെല്ലുവിളിച്ചു. ഈ യുവാവ് അമരനെ വെല്ലുവിളിച്ചതുപോലെ മറ്റെല്ലാവരും മറ്റൊരു എതിരാളിയെ തിരഞ്ഞെടുക്കണം. അതാണ് കളിയുടെ നിയമം. അമരൻ ആ ചെറുപ്പക്കാരനോട് എളുപ്പത്തിൽ തോൽക്കുമെന്ന് എല്ലാവരും വിശ്വസിച്ചു. അമരൻ തന്നെ വെല്ലുവിളിച്ച യുവാവിനെ സൂക്ഷിച്ചു നോക്കി. അവൻ മറ്റാരുമല്ല, സൂര്യോദയന്റെ വലം കൈയാണ് ഈ ചെറുപ്പക്കാരൻ. ഈ വെല്ലുവിളിക്ക് പിന്നിൽ ആരുടെ തന്ത്രമാണെന്ന് അവനെ കണ്ടപ്പോഴേ അമരന് മനസ്സിലായി. അമരനെ പലപ്പോഴായി ഈ ചെറുപ്പക്കാരനും സൂര്യോദയനൊപ്പം പരിഹസിച്ചിട്ടുണ്ട്. ഇവൻ പല്ലവനാണ്, ഞാൻ എപ്പോഴും ഇവനെ സൂര്യോദയനൊപ്പം കണ്ടിട്ടുണ്ട്. അമരൻ ചിന്തിച്ചു. ഞാൻ നിങ്ങളുടെ വെല്ലുവിളി സ്വീകരിക്കുന്നു. ആജാനുബാഹുവായ പല്ലവനെ നോക്കി പുഞ്ചിരിയോടെ അമരൻ പറഞ്ഞു. അമരൻ പല്ലവന്റെ വെല്ലുവിളി സ്വീകരിച്ചു. പക്ഷേ അമരന്റെ ഉറച്ച സമ്മതം കേട്ട് പല്ലവൻ ഒന്ന് ഞെട്ടി. അമരന്റെ ശാന്തമായ ചിരി കണ്ടപ്പോൾ തോൽക്കുമോ എന്നൊരു ഉത്ഭയം പല്ലവനിൽ ഉടലെടുത്തു. അമരനെ വെല്ലുവിളിച്ചത് ഒരു എടുത്തുചാട്ടമായി പോവുമോ എന്ന് ഒരു വേള പല്ലവൻ ചിന്തിച്ചുപോയി. പക്ഷേ ഇനി അതിനെപ്പറ്റി ചിന്തിച്ചിട്ട് ഒരു പ്രയോജനവുമില്ലെന്ന് പല്ലവന് നന്നായി അറിയാമായിരുന്നു. കാരണം ഈ മത്സരത്തിൽ ഒരാളെ വെല്ലുവിളിക്കുകയും ആ വെല്ലുവിളി എതിരാളി ഏറ്റെടുക്കുകയും ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിൻവലിക്കാൻ പറ്റില്ല. അതാണ് ആ മത്സരത്തിന്റെ മാറ്റമില്ലാത്ത നിയമം. 1 വർഷം കൊണ്ട് ഒരാൾക്ക് ഇത്രയേറെ ബലവാനാവാനൊന്നും പറ്റില്ല. ഇത്ര നിസ്സാരമായി എങ്ങനെ 4 നക്ഷത്രങ്ങൾ കിട്ടും? ഇതൊന്നും നേരായ മാർഗത്തിൽ സാധ്യമാകുന്നതല്ല. 7 നക്ഷത്രങ്ങൾ പ്രതിഫലിപ്പിക്കാൻ ഈ കുമാരൻ എന്തൊക്കെയോ കൺകെട്ട് വിദ്യകൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തവണ പരാജിതനായതിന്റെ നാണക്കേടിൽ നിന്ന് രക്ഷപ്പെടാനാണ് അവൻ അങ്ങനെ ചെയ്തത്. അവന്റെ കള്ളത്തരം അനാവൃതമാവാതിരിക്കാനാണ് അവൻ ഇപ്പോൾ ധൈര്യം അഭിനയിക്കുന്നത്. ഇങ്ങനെയെല്ലാം ചിന്തിച്ച് പല്ലവൻ സ്വയം സമാധാനിച്ചു. പല്ലവൻ അമരനെ നോക്കി. കൊള്ളാം അമരേന്ദ്ര, അഭിനന്ദനങ്ങൾ. വരൂ, നിങ്ങൾ എത്ര ശക്തനാണെന്ന് ഞാനും ഒന്ന് അറിയട്ടെ. ഇത് കേട്ട് ഒരു പുഞ്ചിരിയോടെ അമരേന്ദ്രകുമാരൻ ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു. പരിശീലന മൈതാനത്തിന് മധ്യത്തിൽ വന്നു നിന്നു. നേരത്തെ സൂര്യോദയൻ പറഞ്ഞ ഓരോ വാക്കും അമരന്റെ മനസ്സിലേക്ക് ഓടിയെത്തി. അവൻ പരിഹസിച്ചു പറഞ്ഞ ഓരോ കാര്യങ്ങൾക്കുമുള്ള മറുപടി കൊടുക്കാനുള്ള അവസരമാണിതെന്ന് അമരന് തോന്നി. അവൻ പല്ലവനോട് യുദ്ധം ചെയ്യാൻ വരൂ എന്ന് ആംഗ്യം കാട്ടി. അമരന്റെ ആത്മവിശ്വാസം കണ്ട് പല്ലവന്റെ ഹൃദയമിടിപ്പ് കൂടാൻ തുടങ്ങി. അവന്റെ ഹൃദയത്തിൽ പെരുമ്പറ കൊട്ടിയിട്ടും മുഖത്ത് ഒരു പരിഹാസ ചിരിയുമായി അവൻ അമരന്റെ അടുത്തേക്ക് നടക്കാൻ തുടങ്ങി. പേശിബലമുള്ള ശരീരവും 7.5 അടി ഉയരവുമുള്ള ശക്തനായ ഒരു മനുഷ്യനാണ് പല്ലവൻ. മൈതാനത്തിലിരുന്ന ഏവരുടെയും ശ്രദ്ധ അമരനിലും പല്ലവനിലും മാത്രമായിരുന്നു. അതേസമയം അരുണേന്ദ്ര മഹാരാജാവ് പോലും സംശയത്തോടു കൂടിയാണ് ആ പോരാട്ടം നോക്കിക്കാണാനിരുന്നത്. 1 വർഷം കൊണ്ട് 4 താരങ്ങൾ വർദ്ധിപ്പിച്ചു എന്ന വാർത്ത എളുപ്പത്തിൽ അംഗീകരിക്കാൻ ആർക്കും കഴിഞ്ഞിരുന്നില്ല. അമരേന്ദ്രനോടുള്ള പല്ലവന്റെ വെല്ലുവിളി അവിടെയുള്ള മിക്കവരും അവനെ വെല്ലുവിളിച്ചതുപോലെയായിരുന്നു. കാരണം അമരന്റെ ശക്തിയിൽ അവിടെയുള്ളവരെല്ലാം സംശയിച്ചു. അമരൻ പല്ലവനെ തോൽപ്പിച്ചാൽ അത് എല്ലാവരുടെയും മുന്നിൽ അമരേന്ദ്രന്റെ കഴിവ് തെളിയിക്കപ്പെടും എന്നതിൽ ഒരു സംശയവുമില്ല. ഒച്ചയൊന്നും ഉണ്ടാക്കാതെ എല്ലാവരും വളരെ ശ്രദ്ധയോടെ ഇരുവരെയും വീക്ഷിച്ചു. രാജ്യാങ്കണത്തിൽ അഗാധമായ നിശബ്ദത തളം കെട്ടി നിന്നു. ഹേയ്, അമരൻ തീർച്ചയായും ഈ വെല്ലുവിളിയിൽ വിജയിക്കില്ല. സ്മൃതിപീഠത്തിൽ അവൻ നടത്തിയ കൺകെട്ട് വിദ്യ ഒന്നും ഇവിടെ വില പോവില്ല, സൂര്യോദയൻ അടുത്തു നിന്ന ആളോട് പറഞ്ഞുകൊണ്ടിരുന്നു. ഇത് കേട്ട തരങ്കിണി പോലും ചിന്തിച്ചു, ഒരുപക്ഷെ സൂര്യോദയൻ പറഞ്ഞതും സത്യമായിരിക്കാം. അമരേന്ദ്രൻ എല്ലാവരെയും പറ്റിച്ചതായിരിക്കാം. അല്ലെങ്കിൽ പിന്നെ എങ്ങനെ 1 വർഷം കൊണ്ട് 4 നക്ഷത്ര പദവി നേടും? അസാധ്യമാണത്. ആളുകൾ രണ്ടുപേരെയും പലവിധ ചിന്തകളോടെ നോക്കുന്നുണ്ടായിരുന്നു. അതൊന്നും വകവയ്ക്കാതെ അമരനും പല്ലവനും മൈതാന മധ്യത്തിൽ പരസ്പരം കൊമ്പു കോർക്കുകയായിരുന്നു. രണ്ടുപേരും അവരവരുടെ ആചാരം പാലിച്ച് ഓരോരുത്തരെയും വണങ്ങി മറ്റൊരു പോരാട്ടത്തിന് മുൻപ്. അതിനുശേഷം പല്ലവൻ ഒരു കാലുയർത്തി തലയ്ക്ക് മുകളിൽ കൈ ഉയർത്തി അമരനെ വലിച്ചു. ഒറ്റ കുതിച്ചുചാട്ടത്തിൽ അവനെ ആക്രമിക്കാൻ ശ്രമിച്ചു.
പല്ലവൻ ഓടിയപ്പോൾ വലതു കൈയിൽ നിന്നും ശക്തി അമരന്റെ നെഞ്ചിലേക്ക് അഴിച്ചുവിട്ടു. തനിക്കറിയാവുന്ന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് അമരനെ ആക്രമിക്കാൻ ശ്രമിച്ചു. അവന്റെ കയ്യിൽ നിന്ന് കാറ്റ് വീശാൻ തുടങ്ങി. അതിൽ നിന്ന് രക്ഷപ്പെടാൻ അമരൻ ഉടൻ തന്നെ രണ്ടടി പിന്നോട്ട് വെച്ചു. അങ്ങനെ പല്ലവന്റെ ആക്രമണത്തിൽ നിന്ന് തലനാരിഴയ്ക്ക് അവൻ രക്ഷപ്പെട്ടു. അതിനുശേഷം അമരൻ കത്രിക പോലെ കൈപൂട്ടി പല്ലവന്റെ അടുത്തേക്ക്. അങ്ങനെ ചെയ്തയുടൻ അമരന്റെ ഭാഗത്തു നിന്നും പല്ലവന്റെ നേരെ ശക്തമായ കാറ്റ് വീശി. പെട്ടെന്നുള്ള ആക്രമണത്തിൽ പല്ലവന്റെ മുഖം വിളറി. പക്ഷേ തളർന്നില്ല. ഒരടി പിന്നോട്ടു മാറി അമർമിച്ചു. പെട്ടെന്ന് പല്ലവൻ ബോധം കെട്ട് വീണു. അമരന്റെ ഒരേ ഒരു ആക്രമണം അത് താങ്ങാൻ വില്ലാളി വീരനായ പല്ലവനായില്ല. അയാൾ ബോധം കെട്ട് വീണു. അമരന്റെ ആക്രമണത്തിൽ മനുഷ്യമല പോലെയുള്ള പല്ലവൻ ഉടനെ താഴെ വീണു. ആർക്കും അതത്ര എളുപ്പം വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. പല്ലവനെ തോൽപ്പിച്ച ശേഷം അമരൻ സന്തോഷവാനായിരിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നു. പകരം അവൻ നിശബ്ദനായി നിൽക്കുകയായിരുന്നു. സത്യം പറഞ്ഞാൽ അമരൻ ഇനിയും തന്റെ ശക്തിയുടെ പകുതി പോലും ഉപയോഗിച്ചിട്ടില്ല. എന്നിട്ടും രാജ്യാങ്കണത്തിൽ ഉണ്ടായിരുന്നവരെല്ലാം അമ്പരന്നു. അമരേന്ദ്രൻ ഒരു യോദ്ധാവായ സിംഹം തന്നെയാണെന്ന് ഏവരും വിശ്വസിച്ചു. മറുവശത്ത് വേദിയിലിരുന്ന അരുണേന്ദ്ര രാജാവ് അമരന്റെ കഴിവ് കണ്ട് ആശ്വാസത്തോടെ നെടുവീർപ്പിട്ടു. തന്റെ ചുമലിൽ നിന്ന് ഒരു വലിയ ഭാരം ഇറങ്ങിയതുപോലെ അദ്ദേഹത്തിന് തോന്നി. അരുണേന്ദ്രന് മനസ്സിൽ ആത്മവിശ്വാസവും കണ്ണുകളിൽ സന്തോഷാശ്രവും നിറഞ്ഞു. അമരന് അല്പം ആശ്വാസമായി. മറുവശത്ത് 7.5 അടി ഉയരവും നല്ല ബലവുമുള്ള പല്ലവൻ നിലത്ത് കിടക്കുന്നത് കണ്ട് തരങ്കിണിക്ക് അത്ഭുതം അടക്കാനായില്ല. അവൾ ആശ്ചര്യത്തോടെ അമരനെ നോക്കി. അമരൻ എല്ലാവരെയും നോക്കി പുഞ്ചിരിച്ചു. അവന്റെ കണ്ണുകളിൽ വിജയത്തിന്റെ തിളക്കവും ആളുകളുടെ വിശ്വാസം വീണ്ടെടുത്തു എന്ന പ്രതീക്ഷയും പ്രതിഫലിച്ചു. തന്റെ അടുത്തിരിക്കുന്ന ആളെ നോക്കി അരുണേന്ദ്രൻ ചിരിച്ചു. അദ്ദേഹത്തിന്റെ ചിരി കേട്ട് സഭാസമൂഹം ഒന്നടങ്കം പരസ്പരം നോക്കി. എന്നിട്ട് നിരാശയുടെ നെടുവീർപ്പോടെ തലകുനിച്ചു. അരുണേന്ദ്രൻ തന്റെ പ്രഖ്യാപനം തുടർന്നു. അഭിമാനത്തോടെ തല ഉയർത്തി ആളുകളെ നോക്കി പറഞ്ഞു: പല്ലവൻ പരാജയപ്പെട്ടിരിക്കുന്നു. അമരേന്ദ്രൻ വിജയശ്രീ ലാളിതനായിരിക്കുന്നു. അമരന് ഇനി വരാനിരിക്കുന്ന ഇന്ദ്രോത്സവത്തിൽ പങ്കെടുക്കാനുള്ള പരിശീലനം പുനരാരംഭിക്കാം. അമരനെ ഈ വെല്ലുവിളിയിൽ വിജയം കൈവരിച്ചവനായി പ്രഖ്യാപിക്കുന്നു. ഇത് കേട്ട് പല്ലവൻ അപമാനഭാരത്താൽ തലകുനിച്ചു. കഴിഞ്ഞ 3 വർഷത്തിനിടയിൽ അമരനെ എത്രയോ പ്രാവശ്യം പല്ലവൻ അപമാനിച്ചു. ഇന്ന് അമരൻ അതിനെല്ലാം ഒറ്റ അടിയിൽ മറുപടി നൽകി. പല്ലവൻ എഴുന്നേറ്റ് അമരനെ വണങ്ങി. അമര, നിങ്ങൾ തീർച്ചയായും ഒരു യോദ്ധാവാണ്. നിങ്ങളുടെ വിജയത്തിൽ ഞാൻ നിങ്ങളെ അഭിനന്ദിക്കുന്നു, അവൻ പറഞ്ഞു. ഇത് കേട്ട് അമരൻ തലകുലുക്കി. അവന്റെ വാക്ക് സ്വീകരിച്ചു. പുഞ്ചിരിയോടെ ആൾക്കൂട്ടത്തെ നോക്കി. അപ്പോൾ അവന്റെ കണ്ണുകൾ ആൾക്കൂട്ടത്തിൽ നിന്ന തരങ്കണിയിൽ പതിഞ്ഞു. അമരൻ ആൾക്കൂട്ടത്തെ നോക്കി ചോദിച്ചു: മറ്റാരെങ്കിലും എന്നെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ? പലരും മുഖാമുഖം നോക്കി. പല്ലവൻ അമരനെ വെല്ലുവിളിക്കുന്നതിന് മുമ്പ് വരെ അവനെ വെല്ലുവിളിക്കാൻ ആഗ്രഹിച്ചവരെല്ലാം ഇപ്പോൾ നിശബ്ദരായി നിൽക്കുന്നു. ആരും ധൈര്യപ്പെട്ടില്ല അമരനെ വെല്ലുവിളിക്കാൻ. ആരും തന്നെ വെല്ലുവിളിക്കാൻ ആഗ്രഹിക്കുന്നില്ലെന്ന് കണ്ട അമരൻ തന്റെ ഇരിപ്പിടത്തിലേക്ക് മടങ്ങി. അമരൻ തന്റെ അടുത്തെത്തിയപ്പോൾ മാധുരി എഴുന്നേറ്റ് അവനെ ആലിംഗനം ചെയ്ത് സന്തോഷം പ്രകടിപ്പിച്ചു. അമര, ഇവരുടെ നോട്ടം കാണുമ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത്, മുമ്പ് നീ അപരാജിതൻ എന്ന പട്ടം ഏറ്റുവാങ്ങിയപ്പോഴും ഈ കൂട്ടർ നിന്നെ ഇങ്ങനെ ഭയത്തോടെയാണ് നോക്കിയിരുന്നത്, അവൾ പറഞ്ഞു. നീ പറഞ്ഞത് ശരിയാണ് മാധുരി. എനിക്കും നല്ല ഓർമ്മയുണ്ട്. അതൊക്കെ മറക്കാൻ പറ്റുമോ? അതൊരു സുവർണ കാലഘട്ടമായിരുന്നു. അന്ന് അവരുടെ വിസ്മയിപ്പിക്കുന്ന ഭാവം കണ്ട് ഞാൻ സന്തോഷിച്ചിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് അങ്ങനെ ഒന്നും തോന്നുന്നില്ല. എനിക്ക് മനസ്സിലായി അമര, ബുദ്ധിമാനാണ് നീ. അവളുടെ സംസാരം കേട്ട് അമരൻ പുഞ്ചിരിച്ചു. അവനും ചിരിച്ചുകൊണ്ട് പറഞ്ഞു: ഞാൻ മിടുക്കനാണ്. പക്ഷേ ഞാൻ നിന്നേക്കാൾ മിടുക്കനാണോ എന്ന് എനിക്കറിയില്ല. അവൻ മാധുരിയെ നോക്കി കണ്ണുറുക്കി. പക്ഷെ മാധുരിക്ക് അവൻ പറഞ്ഞതിന്റെ അർത്ഥം മനസ്സിലാക്കാൻ കഴിഞ്ഞില്ല. എന്നിരുന്നാലും ഇരുവരും പരസ്പരം നോക്കി ചിരിച്ചു. ഇരുവരും ചിരിക്കുന്നതും സംസാരിക്കുന്നതും കണ്ട് യുവാക്കളും കന്യകമാരും അസൂയയോടെ അവരെ നോക്കി. അവരുടെ കവിളുകൾ ദേഷ്യം കൊണ്ട് ചുവന്നു. അവരുടെ സാമീപ്യത്തിൽ സൂര്യോദയൻ പോലും അസൂയപ്പെട്ടു. മാധുരിയും അമരേന്ദ്രനും അടുത്തിരുന്ന് ചിരിക്കുന്നത് കണ്ട സൂര്യോദയന് അത് ഒട്ടും രസിച്ചില്ല. അവന് അമരനോട് കടുത്ത അസൂയ തോന്നി. നിന്നെ ഞാൻ വെറുതെ വിടില്ല അമര, സൂര്യോദയൻ ചിന്തിച്ചു. മാധുരി തന്നിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കണമെന്ന് സൂര്യോദയൻ ആഗ്രഹിച്ചു.
പക്ഷെ അവൾ ഒരിക്കലും സൂര്യോദയനെ ശ്രദ്ധിച്ചിരുന്നില്ല. അവൾ അമരന്റെ കൂടെയാണ് കൂടുതൽ സമയവും ചെലവഴിച്ചത്. അമരൻ മനഃപൂർവ്വം എപ്പോഴും മാധുരിയെ കൂടെ കൂട്ടി നടക്കുകയാണോ എന്നുപോലും സൂര്യോദയന് തോന്നിപ്പോയി. താനും അമരനും തമ്മിലുള്ള വ്യത്യാസം മനസ്സിലാക്കിയ സൂര്യോദയൻ ദേഷ്യത്തോടെ പല്ല് കടിച്ചുകൊണ്ട് പറഞ്ഞു, എത്ര നാൾ നീ ഇങ്ങനെ സന്തോഷത്തോടെ പുഞ്ചിരിക്കും? ഇന്ദ്രോത്സവം അത് നീ കര കയറില്ല. മാധുരിക്ക് മുന്നിൽ എങ്ങനെ കരയണമെന്ന് നിനക്ക് ഞാൻ കാണിച്ചു തരാം. ഈ മാധുരിക്ക് മുന്നിൽ നിന്നെ ഞാൻ കരയിപ്പിക്കും. അവൻ വെല്ലുവിളിയോടെ ചിന്തിക്കുകയും വിഷമത്തോടെ പുഞ്ചിരിക്കുകയും ചെയ്തു. അവൻ മുഷ്ടി ചുരുട്ടി ഇരുവരെയും തുറച്ചു നോക്കി. ഇരുവരെയും ചുട്ടുകളയുന്ന തരത്തിൽ അവന്റെ നോട്ടം ആക്രമണാത്മകമായിരുന്നു. അമരനെ ഇതിലേറെ വളരാൻ അനുവദിക്കരുതെന്ന് അയാൾ കരുതി. അതുകൊണ്ട് തന്നെ ഇന്ദ്രോത്സവത്തിന് മുമ്പ് ശാരീരികമായി ആക്രമിക്കാൻ അവൻ പദ്ധതിയിട്ടിരുന്നു. അടിയേറ്റ് വേദന കൊണ്ട് അമരൻ പരിശീലനം നിർത്തിയേക്കുമെന്ന് അയാൾ കരുതി. അവന്റെ മുഖത്ത് ഒരു പുഞ്ചിരി പ്രത്യക്ഷപ്പെട്ടു. മാധുരിയുമായി സംസാരിക്കുന്നതിനിടയിൽ അപ്രതീക്ഷിതമായി സൂര്യോദയൻ ദേഷ്യത്തോടെ നിൽക്കുന്നത് അമരന്റെ ശ്രദ്ധയിൽപ്പെട്ടു. അല്പം ആലോചിച്ച ശേഷം സൂര്യോദയൻ തന്നെ താഴെ ഇറക്കാൻ ഒരുങ്ങുകയാണെന്ന് അമരന് സംശയം തോന്നി. പക്ഷേ തനിക്കതൊന്നും ഏൽക്കാൻ പോകുന്നില്ല എന്ന് മനസ്സിലായതിനാൽ അമരന് അല്പം ആശ്വാസമായി. തൽക്കാലം ഒന്നും സംഭവിക്കില്ലെന്ന് അവന് തോന്നി. പല്ലവന്റെ തോൽവിക്ക് ശേഷം അമരനെ വെല്ലുവിളിക്കാൻ ആരും തുനിഞ്ഞില്ല. പരിശീലന മൈതാനത്തിൽ എല്ലാവരും തളർന്നിരുന്നു. അമരന്റെ നക്ഷത്ര പരീക്ഷയ്ക്ക് മുമ്പുള്ള ചെറിയ ആഗ്രഹം പോലും ജനങ്ങളിൽ ഇല്ലാതായി. അതിനിടെ അരുണേന്ദ്ര മഹാരാജാവ് ഇരിപ്പിടത്തിൽ നിന്ന് എഴുന്നേറ്റു ചില പ്രധാന അറിയിപ്പുകൾ നടത്തി. തുടർന്നു വരുന്ന ഇന്ദ്രോത്സവത്തിൽ പങ്കെടുക്കാൻ റോഡും ആവശ്യപ്പെട്ടു. അതിനുശേഷം അരുണേന്ദ്രൻ അമരനെ നോക്കി പുഞ്ചിരിച്ചു. കഠിനമായ ഒരു വെല്ലുവിളിയെ അതിജീവിച്ച തന്റെ മകന് ഇന്ദ്രോത്സവത്തിൽ പങ്കെടുക്കാൻ അർഹതയുണ്ടെന്നോർത്ത് അഭിമാനം തോന്നി. നിലത്തിരുന്ന അമരൻ ഇത് കണ്ട് എഴുന്നേറ്റ് വസ്ത്രം ശരിയാക്കി. അപ്പോൾ തന്നെ പനിനീർ പൂവിന് സുഗന്ധം വളരെ അടുത്തനുഭവപ്പെട്ട അമരൻ തിരിഞ്ഞു നോക്കി. തിരിഞ്ഞു നോക്കിയപ്പോൾ തരങ്കിണി അവിടെ നിൽക്കുന്നത് അമരൻ കണ്ടു. നിനക്കെന്താണ് വേണ്ടത്? അമരൻ തിരിഞ്ഞു നോക്കിയപ്പോൾ തരങ്കിണി അവിടെ നിൽക്കുന്നത് അമരൻ കണ്ടു. നിനക്കെന്താണ് വേണ്ടത്? അമരൻ ചോദിച്ചു. അവന്റെ ദേഷ്യം കണ്ട തരങ്കിണിക്ക് അല്പം ഭയം തോന്നി. പക്ഷേ മുഖത്ത് പുഞ്ചിരി തൂകിക്കൊണ്ട് അവൾ മനസ്സില്ലാ മനസ്സോടെ അമരനോട് പറഞ്ഞു, അമര, നീ നന്നായി പോരാടി, അഭിനന്ദനങ്ങൾ. അമരൻ ഉടനെ ഒറ്റവാക്ക് പറഞ്ഞു, നന്ദി. അവൻ മാധുരിയുടെ അടുത്തേക്ക് മടങ്ങി. അമര, അമര, അവൾ വീണ്ടും വിളിച്ചു. അത് ശ്രദ്ധിച്ച അമരൻ അവൾ എന്താണ് പറയുന്നതെന്നറിയാൻ ചെറുതായി ദേഷ്യത്തോടെ അവളെ നോക്കി. അമരന്റെ നോട്ടം പോലും തരങ്കിണിയിൽ ചെറുതായി ഭയം നിറച്ചു. ആരാണ് തരങ്കിണി? അമരനുമായി എന്തു ബന്ധമാണ് തരങ്കിണിക്കുള്ളത്?